ليظهره على الدين كله ولو كره المشركون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെയും സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെയും സമസ്തയുടെ പോഷക ഘടകങ്ങളുടെയും ഒക്കെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാരെ, സയ്യിദന്മാരെ, സദാത്തുക്കളെ, ഉസ്താദന്മാരെ, സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, പ്രിയം നിറഞ്ഞ റേഡിയോ ശ്രോതാക്കളെ, ഇൻഷാ അല്ലാഹ് കൃത്യം ഇന്ത്യൻ സമയം 12:30 കഴിഞ്ഞ ദിവസം പേരാമ്പ്രയിൽ സുന്നി നേതാക്കൾക്കെതിരെ അണിനിരക്കുകയും അവരുടെ കൂട്ടത്തിലെ പ്രധാനിയായി പറയപ്പെടുകയും ചെയ്ത ഹംസ മൗലവിയുമായുള്ള വളരെ രസകരമായ ഒരു ക്ലിപ്പ് കാത്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ വഹാബികൾക്ക് പറ്റിയിട്ടുള്ള പോഴത്തങ്ങൾ തന്നെയാണ് അദ്ദേഹവും വിളിച്ചു പറയുന്നത്. സച്ചരിതരായ മുൻഗാമികളായ പണ്ഡിതന്മാരെയും സലഫ് സ്വാലിഹീങ്ങളെയും ശിർക്ക് ആരോപിക്കുകയും കുഫ്ർ ആരോപിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ വിഭാഗം രംഗത്ത് വന്നത്. എന്തിനേറെ പറയണം, ഇവരുടെ നേതാവായ ദുൽ ഖുവൈസിറത്ത് തമീമി പോലും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെയാണ് ആദ്യമായി രംഗത്ത് വന്നത്. ഹദീസുകളൊക്കെ പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ കൃത്യമായി നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യാത്ര കഴിഞ്ഞ് മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആളുകൾക്കിടയിൽ കുറച്ച് സ്വത്ത് സമ്പാദ്യം വീതിച്ചു കൊടുക്കുന്നതിനിടയിൽ ഒരാള് മുന്നോട്ട് കയറി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഐദിൽ യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദേ, നീ നീതി പാലിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ ശേഷം ഇയാൾ ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അയാളെ വധിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സമ്മതം ചോദിച്ചു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞൊരു മറുപടിയുണ്ട്, നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ മനുഷ്യന്റെ സന്താന പരമ്പരയിൽ ചില ആളുകളുണ്ടാകും, അവർ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷേ അത് അവരുടെ തൊണ്ടക്കുഴി വിട്ട് കടക്കുകയില്ല. ബിംബാരാധകരെ ഉപേക്ഷിക്കുകയും മുസ്ലിങ്ങളെ വധിക്കുകയും ചെയ്യും. ഇവർ വില്ലിൽ നിന്ന് അമ്പ് തെറിക്കുന്നത് പോലെ ഇക്കൂട്ടർ ദീനിൽ നിന്ന് തെറിച്ചു പോകും. ഞാൻ അവരെ കണ്ടെത്തിച്ചിരുന്നുവെങ്കിൽ ആദ് സമുദായത്തെ നശിപ്പിച്ചത് പ്രകാരം അവരെ കൊല്ലുമായിരുന്നു എന്ന് മഹാനായ ഇമാം നസാഇ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും. മറ്റൊരു ഹദീസിൽ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നമുക്കൊക്കെ അറിയുന്ന സംഭവമാണ്, മദീനത്തെ പള്ളിയിൽ ഒരു അഅറാബിയായ മനുഷ്യൻ മൂത്രമൊഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കണ്ടപ്പോൾ സഹാബത്തിനോട് പറഞ്ഞു, അവൻ മുഴുവനും മൂത്രമൊഴിക്കുന്നത് വരെ നിങ്ങൾ അവനെ കാത്തിരിക്കണം. മൂത്രമൊഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അവിടെ വൃത്തിയാക്കാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചു. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് വളരെ മനോഹരമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മുവത്തയുടെ
ശറഹായ തൻവീറുൽ ഹവാലിക്കിൽ വളരെ മനോഹരമായി നമുക്ക് കാണാൻ പറ്റും. ഖാല ബാലുൽ ഫുദലാഇ ഫഹുവൽ ഖായിലു വൽ ബാഇലു വസ്സാഇൽ. ചോദിച്ചയാളും പള്ളിയിൽ മൂത്രമൊഴിച്ചയാളും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ നീതി പാലിക്കണമെന്ന് കർക്കശ സ്വഭാവത്തോടുകൂടി പറഞ്ഞയാളും ഒക്കെ ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ പേര് ഖുലൈസറത്ത് തമീമിയാണെന്നും മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളുടെ തലമുറയിലാണ് വഹാബിസത്തിന്റെ നേതാവായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ജനിക്കുന്നത്. ഇയാളുടെ 15ാമത്തെ പിതാമഹനാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാവുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ മഹാന്മാരായ ആളുകളെ എതിർക്കാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആനിന്റെ വാക്യങ്ങൾ വികലമായി ഉപയോഗിക്കുകയും പാവപ്പെട്ട മുസ്ലിങ്ങളെയും മുഅ്മിനീങ്ങളെയും ഒക്കെ ഈമാൻ അവതാളത്തിലാക്കുന്ന രീതിയിലുള്ള പ്രചണ്ഡമായ പ്രചരണം അവർ നടത്തുകയും ചെയ്യുമെന്നത് സ്വഹാബത്തിനെ വരെ ഇവർ അംഗീകരിക്കുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചരിത്രം. മഹാന്മാരായ സ്വഹാബത്തെ കിറാമിന് വരെ തെറ്റ് സംഭവിച്ചു എന്ന് സമുദായത്തിന്റെ ഇടയിൽ വമ്പൻ പ്രചരണങ്ങളുമായി നടക്കുന്ന ആളുകളാണ് ഇക്കൂട്ടർ. സ്വഹാബത്ത് മാതൃകായോഗ്യരാണെന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല. പരിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി തന്നെ നമ്മളോട് പറഞ്ഞതാണ്. അസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു എന്ന് സൂറത്ത് തൗബയിൽ നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമിലേക്ക് മുൻകടന്ന മുഹാജിറുകളും അൻസാരികളുമായ ആദ്യകാല സ്വഹാബിമാർ, അവരെ പിൻപറ്റിയവർ, താബിഈങ്ങൾ, അവർ അള്ളാഹുവിനെയും അള്ളാഹു അവരെയും തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ. അതിനേറെ പറയണം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അസ്ഹാബി കൻ-നുജൂം, എന്റെ സഹാബികൾ എന്ന് പറയുന്നത്, എന്റെ അനുചരവൃന്ദം എന്ന് പറയുന്നത് കൻ-നുജൂം, അവർ നക്ഷത്രതുല്യരാണ്. അവർ വാനലോകത്ത് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെയാണ്. നിങ്ങൾ അവരിൽ ആരെ പിൻപറ്റിയാലും നിങ്ങൾ നേർമാർഗത്തിലാവുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ഏതൊരു ആദർശത്തിന്മേലാണോ നിലകൊണ്ടിരുന്നത് അതാണ് പിൻപറ്റാൻ ഏറ്റവും ഉചിതം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവർ തള്ളിപ്പറഞ്ഞത് സ്വഹാബത്തിനെയാണ് ഇവർ തള്ളിപ്പറഞ്ഞത്. ഇവരുടെ സൽസബീലിൽ 1985 ഡിസംബറിൽ പുറത്തിറക്കിയ സൽസബീലിൽ വരെ സ്വഹാബികളെ എതിർത്തുകൊണ്ട് ഇവർ സംസാരിക്കുന്ന രംഗം കാണാൻ കഴിയും. ഇവർ പറയുകയാണ്, കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലെന്നതുപോലെ സ്വഹാബത്ത് ചെയ്തതും ദീനിൽ തെളിവല്ല. ഈ വാദം ഇസ്ലാമിന് അന്യമാണ്. ശവം തിന്നൽ അല്ലാഹു ഹറാമാക്കി. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയർപ്പിക്കപ്പെട്ടത് തിന്നലും അല്ലാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും കൂട്ടൽ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു എന്ന് ഇവരുടെ സൽസബീലിൽ വരെ മഹാന്മാരായ സ്വഹാബികളെ എതിർത്തുകൊണ്ട് ഇവർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അപ്പോ പാരമ്പര്യത്തെക്കുറിച്ച് അവകാശപ്പെടാൻ ഒരിക്കൽ പോലും അർഹതയില്ലാത്ത ആളുകളാണ് വഹാബികളായ ആളുകൾ. അതുകൊണ്ടാണ് വിശിഷ്യ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാരെ അംഗീകരിക്കേണ്ട അവസ്ഥ കൂടെ ഇവർക്ക് വരുന്നത്. ഇവരുടെ കൂട്ടത്തിലെ പ്രധാനപ്പെട്ട നേതാവാണ് കരുവള്ളി മുഹമ്മദ് മൗലവി. അവരുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ KNM-ന്റെ ഔദ്യോഗിക വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നയാളാണ് കരുവള്ളി മുഹമ്മദ് മൗലവി. അദ്ദേഹമൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ, നമ്മൾ പലവട്ടം കേട്ടതാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാരാണ് യഥാർത്ഥത്തിലുള്ള പണ്ഡിതന്മാർ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആലിമീങ്ങളാണ് യഥാർത്ഥത്തിൽ വറഅൻ തഹ്ഖീഖുമുള്ള പണ്ഡിതന്മാരെന്ന് അവരുടെ നേതാക്കൾ വരെ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആലിമീങ്ങളെ കുറിച്ച് പറഞ്ഞു.
അങ്ങനെ സത്യം തുറന്നു പറയുന്നിടത്തേക്ക് മുജാഹിദ് വിഭാഗം എത്തി. കൃത്യമായി ഓരോരുത്തരെ കുറിച്ചും മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ചുമൊക്കെ ഇവർ പറഞ്ഞ് സമുദായത്തിന്റെ ഇടയിൽ പരത്തിയ ദുഷ്പ്രചരണങ്ങളൊക്കെ അക്കമിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇന്നും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ കുറിച്ച് ശിർക്ക് ആരോപിക്കണമെങ്കിൽ കൃത്യമായ മാനദണ്ഡം വേണം. തൗഹീദ് എന്താണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി അടക്കമുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ, എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. സക്കരിയ സ്വലാഹിക്ക് വല്ലാത്ത ബേജാറായിരുന്നു. പേടിച്ചുകൊണ്ടാണ് മൂപ്പരുടെ പ്രഖ്യാപനം വന്നത്. ഒക്കെ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കണം. സക്കരിയ സ്വലാഹി പറയുകയാണ്, ശിർക്ക് ആരോപിക്കണമെങ്കിൽ അതിൽ കൃത്യമായ മാനദണ്ഡം വേണമെന്ന് സക്കരിയ സ്വലാഹി പിന്നീട് പറയുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ ഓരോ തവണയും പറയുമ്പോ 8ഉം 9ഉം 10ഉം വിഭാഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൂർവികരായ ആളുകൾക്ക് തെറ്റുപറ്റില്ല എന്ന് തെറ്റ് പറ്റി എന്ന് പ്രസംഗിച്ച് നടക്കുമ്പോ മറുഭാഗത്ത് മുജാഹിദ് വിഭാഗത്തിലെ തന്നെ മറ്റുള്ള ആളുകൾ പറയുകയാണ് പൂർവികരായ ആളുകൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. ഒരു വിഭാഗം ആളുകൾ പറയുകയാണ് ഇമാം ശാഫിഈ പറഞ്ഞാലും ഇമാം അബൂ ഹനീഫ പറഞ്ഞാലും ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞാലും ഇമാം റാസി പറഞ്ഞാലും ഇമാം ഖുർത്തുബി പറഞ്ഞാലും ആര് പറഞ്ഞാലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല, ഞങ്ങൾക്ക് തെളിവില്ല എന്ന് പറയുമ്പോൾ മുജാഹിദിലെ മറ്റൊരു വിഭാഗം പറയുന്നു പൂർവികരായ ആളുകൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. ഇങ്ങനെ ഓരോ ദിവസവും മുജാഹിദും വഹാബികളായ ആളുകൾ മലക്കം മറിയുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന ക്ലിപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലിപ്പാണ്. കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോ ചിരി വരുന്ന തരത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച്, ഇമാം നവവിയെ കുറിച്ചും അതുപോലെയുള്ള പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ വളരെ മോശമായി അവർക്കൊക്കെ ശിർക്ക് പറ്റിയിട്ടുണ്ട്, മുശ്രിക്കുകളാണ് എന്നിടത്തേക്ക് ഇവരുടെ വാദങ്ങൾ, വിദണ്ഡവാദങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന പുതിയ സംഭവ വികാസങ്ങളാണ് പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എന്തൊക്കെ കോലാഹലങ്ങൾ ഈ വിഷയത്തിലുണ്ടായി, എന്തൊക്കെ കോലാഹലങ്ങൾ ഇവർ സമൂഹത്തിന്റെ മുന്നിൽ പടച്ചുവിട്ടു എന്ന് നമ്മളൊക്കെ ഏറെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കേണ്ടതാണ്. ഏറെ ചിന്തിപ്പിക്കുകയും അതിലേറെ നമ്മളെ രസിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരിക്കലെന്ന് പറഞ്ഞാൽ പിന്നീട് അത് തിരുത്തി പറയുന്ന കാഴ്ചയാണ് നമുക്ക് ഓരോ ദിവസവും കാണാൻ കഴിയുന്നത്. ഓരോ വിഷയത്തിലും ഒരു കാലത്ത് ജിന്നിന് വേണ്ടി ജിന്ന് എന്ന് പറയുന്ന ഒരു വർഗം തന്നെയില്ല എന്ന് പ്രസംഗിച്ച് നടന്നിരുന്ന ആളുകൾ ഇപ്പോൾ ജിന്ന് ഉണ്ട് എന്നുള്ളിടത്തേക്ക്, മാത്രമല്ല ജിന്നടിച്ചിറക്കുന്ന ചികിത്സ നടത്തുന്ന കേന്ദ്രങ്ങൾ വരെ തുടങ്ങി എന്നിടത്തേക്ക് എത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ മാറ്റം സംഭവിച്ചതാർക്കാണ്? സമൂഹത്തിന്റെ ഇടയിൽ മാറ്റമുണ്ടാക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് ആദർശം മാറിയ ആളുകൾ ആരാണ്? ഓന്തിനെ പോലെ സമുദായത്തിന്റെ ഇടയിൽ നിറം മാറി സമുദായത്തിന്റെ ഇടയിൽ അപ്പാടെ വളരെ മോശമായ രീതിയിൽ തരം താണുകൊണ്ടിരിക്കുന്ന കാഴ്ച ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പിഴച്ചത് മഹാന്മാരെ എതിർത്തെടുത്താണ്. ഇവിടെ പിഴച്ചത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തെ കിറാമും താബിഈങ്ങളും ഒക്കെ കാണിച്ചു തന്ന മാതൃക, ആ മാതൃകയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം പരിശുദ്ധമായ ഖുർആനിന്റെ മനോഹരമായ സൂക്തങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം അർത്ഥം വെക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് ഈ അബദ്ധജടിലമായ അവസ്ഥ. നമ്മൾ ആലോചിച്ചു നോക്കണം, എത്ര അത്ഭുതകരമാണ്. നമ്മുടെ പണ്ഡിതന്മാർ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാളെക്കുറിച്ച് ശിർക്ക് ആരോപിക്കണമെങ്കിൽ, തൗഹീദ് ആരോപിക്കണമെങ്കിൽ കൃത്യമായ മാനദണ്ഡം വേണം. ഇവിടെ ലോകത്ത് കഴിഞ്ഞു വന്നിട്ടുള്ള മുൻകഴിഞ്ഞു പോയ പണ്ഡിതന്മാരും അതുപോലെ അമ്പിയാക്കന്മാരും ഒക്കെ നടത്തിയിട്ടുള്ളത് തൗഹീദായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന മനോഹരമായ വാക്യത്തിന്റെ പ്രചാരകരായിരുന്നു ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാരും അമ്പിയാക്കളും പ്രവാചകന്മാരും ഒക്കെ. പരിശുദ്ധമായ ഇസ്ലാമിന്റെ മൂല സിദ്ധാന്തവും മുസ്ലിങ്ങളിൽ തന്നെ ആർക്കും ഭിന്നിപ്പില്ലാത്ത തരത്തിലുള്ള
തമ്മിലുള്ള ഭിന്നിപ്പില്ലാത്ത കാര്യവുമാണ് തൗഹീദ്. പക്ഷേ ഈ തൗഹീദിൽ പുതിയ മറിമായങ്ങൾ ചേർത്ത്, പുതിയ മെമ്പൊടികൾ ചേർത്ത് സമുദായത്തിന്റെ ഇടയിൽ ദണ്ഡവാദവുമായി രംഗത്ത് വന്നത് കാലങ്ങൾക്ക് ശേഷമാണ്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ്, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവരെ കുറിച്ച് സമുദായത്തിന്റെ ഇടയിൽ കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്, യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന. അവസാനം ഖിയാമത്ത് നാളിന്റെ സമയത്ത്, ലോകാവസാനത്തിന്റെ സമയത്ത് കുറച്ച് ആളുകൾ വരും. കദ്ദാബൂന, നുണയന്മാരായ ആളുകളായിരിക്കും അവർ. പണ്ഡിതന്മാർ പറഞ്ഞെടുത്തേക്ക് നിൽക്കുകയില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ അനുധാവനം ചെയ്തിരുന്ന സഹാബത്തിനെ അനുസരിക്കാത്തവർ, അത് കേട്ട് പഠിച്ച് ജീവിതത്തിൽ പുലർത്തിപ്പോന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, ഹിജ്റ 6-ാം നൂറ്റാണ്ടിലും അതുമുതൽ വന്ന പണ്ഡിതന്മാരെ അംഗീകരിക്കാത്ത ആളുകൾ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കാത്ത ആളുകൾ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിക്കാത്ത ആളുകൾ, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിയെ അംഗീകരിക്കാത്ത ആളുകൾ, ഇമാം ഇസ്മായിൽ ഹഖി അൽ ബറൂസവിയെ അംഗീകരിക്കാത്ത ആളുകൾ, ഇമാം അബൂ ഹയ്യാൻ അൽ-തുനസി റഹ്മത്തുള്ളാഹി അലൈഹിയെ അംഗീകരിക്കാത്ത ആളുകൾ, ഇവരാണ് പുതിയ വിദണ്ഡവാദവുമായി രംഗത്ത് വരിക. യഅ്തൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വല ആബാഉകും. നിങ്ങളുടെ വാപ്പമാര്, നിങ്ങളുടെ പൂർവികരായ ആളുകൾ, നിങ്ങളുടെ ചച്ചരിതരായ മുൻഗാമികൾ, ഇവർ ജീവിതത്തിൽ ഒരിക്കലും കൊണ്ടു നടക്കാത്ത കാര്യം, ഇവർ ജീവിതത്തിൽ പറയാത്ത കാര്യം, ഇവർ ജീവിതത്തിൽ അനുവർത്തിക്കാത്ത കാര്യം, ഇവർ ജീവിതത്തിൽ ചിന്തിക്കാത്ത കാര്യവുമായി ഒരു വിഭാഗം രംഗത്ത് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇയ്യാകും വഇയ്യാകും, നിങ്ങൾ സൂക്ഷിക്കണേ, നിങ്ങൾ അവരെ സൂക്ഷിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്തിനാണ് നിങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നത്? അവർ നിങ്ങളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ്. അവർ നിങ്ങളുടെ ഈമാനെ കളങ്കപ്പെടുത്താൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സഹാബത്തെ കിറാമിന്റെ മുമ്പിൽ അന്നേ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാരെയും മഹാന്മാരായ സലഫ് സാലിഹീങ്ങളെയും ഒക്കെ അനുസരിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് മുൻപേ തന്നെ നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അവരേത് മാർഗത്തിലൂടെയാണോ സഞ്ചരിച്ചത്, അവരെങ്ങനെയാണോ, മഹാന്മാരായ പണ്ഡിതന്മാർ എങ്ങനെയാണോ നമുക്ക് കിതാബർത്ഥം വെച്ച് തന്നത്, അവിടെ ഇന്നതാണ് അർത്ഥം വെക്കേണ്ടതെന്ന് പറഞ്ഞത്, ആ അർത്ഥം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കാഴ്ചയാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഓരോ ദിവസങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സംവാദങ്ങളിലും ഓരോ സംവാദ വ്യവസ്ഥകളിലുമൊക്കെ പിടിവള്ളിയില്ലാതെ, നിൽക്കക്കള്ളിയില്ലാതെ, ആദർശത്തിന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന കാഴ്ച, അവസാനം പിടിവള്ളി കിട്ടാതെ താഴെ വീണ് അബദ്ധങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൃത്യമായ രേഖകളുണ്ട്. പരിശുദ്ധമായ ഖുർആൻ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ്, മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഇജ്മാഅ്, ഖിയാസ്, ഇതൊക്കെ അംഗീകരിക്കുന്നവരാണ് ലോകത്തിലെ മുസ്ലിമീങ്ങൾ. ഇതിനെ വിദണ്ഡവാദവുമായി രംഗത്ത് വന്നത് മറ്റു ചിലരാണ്. അവരെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇയ്യാകും, നിങ്ങൾ സൂക്ഷിക്കണേ, വഇയ്യാകും, നിങ്ങൾ അവരുടെ അടുത്ത് പെടാതെ നിങ്ങൾ സൂക്ഷിക്കണേ. കാരണം നിങ്ങളെ അവർ വഴിപിഴപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെയാ അവർ എഴുതിയത്, എന്തൊക്കെയാ അവർ പ്രചരണം നടത്തിയത്? ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാരെ കുറിച്ച്, ഔലിയാക്കന്മാരെ കുറിച്ച് ഇവർ മോശമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. മഹാന്മാരായ അമ്പിയാക്കന്മാരെ കുറിച്ച് അവർ പാപം ചെയ്യുന്നവരാണ് എന്നിവരെ സമുദായത്തിന്റെ മുന്നിൽ ഇവർ പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തി.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുള്ള ജാഹിലിയങ്ങളെക്കാൾ വലിയ ശിർക്കാണ് ഈ സമൂഹത്തിലുള്ള ഓരോ മുസ്ലിയാരും അതുപോലെ ഈ സമൂഹത്തിലുള്ള സുന്നികൾ എന്ന് പറയുന്ന ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവരുടെ ഗ്രന്ഥങ്ങളിൽ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വട്ടം മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിച്ചാൽ 4 പ്രാവശ്യം കാഫിറാകുമെന്ന് വരെ ഇവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിം സമുദായത്തിലെ കുറെ ആളുകൾ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ച് ശിർക്കിൽ മുഴുകിയിരിക്കുകയാണെന്ന് തനി മുഅ്മിനീങ്ങളെ കുറിച്ച് ഇവിടുത്തെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ കുറിച്ചൊക്കെ ശിർക്കിന്റെ ആരോപണങ്ങളുമായി ഇവർ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇവരെയൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്താനും ഇവരെയൊക്കെ വരച്ച വരയിൽ നിർത്താനുമൊക്കെ അവര് സുന്നയുടെ ശക്തരായ കാവലാളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എക്കാലത്തും ഉണ്ടാക്കുമെന്നതിൽ തർക്കമില്ല. അതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനോഹരമായി നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഓരോ ദിവസം കഴിയും തോറും വഹാബി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായി അതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന വാദങ്ങളൊക്കെ തിരുത്തി പറഞ്ഞ് സമുദായത്തിന്റെ മുന്നിൽ വിമുക്തരാകുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൃത്യമായ പാതയുണ്ട്, നമുക്ക് കൃത്യമായ വഴിയുണ്ട്. നമുക്ക് ആ പ്രവാചകന്മാരും അമ്പിയാക്കന്മാരും മൗലിയാക്കന്മാരും ഒക്കെ കാണിച്ചു തന്ന മാർഗമുണ്ട്. മഹാന്മാരായ ഔലിയാക്കന്മാരെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണകളുണ്ട്. പക്ഷേ ഈ ഔലിയാക്കന്മാരെ എതിർത്തുകൊണ്ട്, ഈ ഔലിയാക്കന്മാരുടെ മുഅ്ജിസാത്തുകളെ, ഈ ഔലിയാക്കന്മാരുടെ കറാമത്തുകളെ നിഷേധിച്ചുകൊണ്ട് സമുദായത്തിന്റെ ഇടയിൽ ഇവർ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് അതുവരെ പറയാത്ത വാദങ്ങൾ അന്ന മുഅ്ജിസത്തുൽ അംബിയാഇ വ കറാമത്തുൽ ഔലിയാഇ ലാ തൻഖതു ബിമൗതിഹിം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചത് കാണാതെ പോകുന്ന ആളുകൾ കിതാബ് കൃത്യമായി പഠിക്കാത്തതാണ് ഇതിനൊക്കെയുള്ള ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്. കിതാബ് മഹാന്മാരായ പണ്ഡിതന്മാർ ഏത് രീതിയിലാണ് ഓതിത്തന്നത് ആ രീതിയിൽ ഓതാൻ പറ്റണം. അല്ലാതെ കേവലം ഡിക്ഷണറി എടുത്ത് അർത്ഥം വെച്ചാൽ പിന്നെ സംഭവിക്കുക മറിച്ചായിരിക്കും എന്ന് നമ്മളൊക്കെ ഏറെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നമുക്ക് നമ്മിൽ നിന്ന് മാറിപ്പോയ ആളുകൾ അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പ്രൗഢിയോടുകൂടി നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മള് വളരെ രസകരമായ ഒരു ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് ഇന്ത്യൻ സമയം 12:30 നമ്മൾ കേൾക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒട്ടേറെ ചിന്തിക്കാനുള്ള കാര്യങ്ങൾ ആ ക്ലിപ്പിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവര് പിന്നെ ഇപ്പോഴും പാഠം പഠിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ അത് കേൾക്കുമ്പോഴും അത് അറിയുമ്പോഴൊക്കെ മനസ്സിലാവുകയാണ്. ഹംസ മൗലവി ചെങ്ങന്നൂരിയുമായി ഇഷാൻ മാഹി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ ക്ലിപ്പ് ഇൻഷാ അല്ലാഹ് ഉടൻ തന്നെ അടുത്ത 12 ഇൻഷാ അല്ലാഹ് ഇന്ത്യൻ സമയം 12:00 സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ അതിന്റെ അത് പ്രക്ഷേപണം ചെയ്യുമെന്ന് എന്റെ പ്രിയപ്പെട്ട റേഡിയോ പ്രേക്ഷകരെ എല്ലാവരെയും അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹക്കിന്റെ പാതയിലാണ്, സത്യത്തിന്റെ പാതയിലാണ്, നന്മയുടെ വഴിയിലാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ കാണിച്ചു തന്ന വഴിയിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. തൗഹീദിൽ പിഴവ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു കാര്യം. തൗഹീദിൽ പിഴവ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചാണ്ട കടാകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു, ആ അല്ലാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ, അത് ചിന്തയിൽ നമ്മുടെ ആലോചനകളിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ ഈമാൻ അവതാളത്തിലാകും. പക്ഷേ മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി സമുദായത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ വേണം, ഏത് രീതിയിലാകണം, തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ, എന്താണ് മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ, എന്താണ് തവസ്സുൽ എന്ന് പറഞ്ഞാൽ, എന്താണ് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, കൃത്യമായ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൈബിനെ കുറിച്ചാണ് വലിയ ചർച്ച.
ഗൈബിനെ കുറിച്ചാണ് വലിയ ചർച്ച. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ പറഞ്ഞു ഇന്നി ലഅറാക്കും മിൻ വറാഇ വബരി എന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ചെയ്യുന്ന ഹദീസിലൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം ഞാൻ നിങ്ങളെ കാണുന്നുണ്ട് കേട്ടോ, ഞാൻ എന്റെ പിറകിലൂടെ നിങ്ങളെ കാണുന്നുണ്ട് എന്ന് സ്വഹാബത്തെ കിറാമിനോട് പറയുകയാണ്. അപ്പോ ആ ഒരു പാരമ്പര്യമൊക്കെ അനുധാവനം ചെയ്ത് അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തില് അത് പ്രാവർത്തികമാക്കി അത് ജീവിതത്തിന്റെ ഭാഗമാക്കിക്കൊണ്ടാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളേറെ മനസ്സിലാക്കണം. ഒരു എന്തൊക്കെയാ പറഞ്ഞത് സക്കറിയ സ്വലാഹിതൊക്കെ ഇപ്പോൾ കേട്ടാൽ നമുക്ക് ചിലപ്പോ തമാശ തോന്നും. അതുവരെ ഇവിടെയുള്ള ആളുകളെ പച്ച മുശ്രിക്കുകളാക്കി കാഫിറുകളാക്കി ചിത്രീകരിച്ചു കഴിഞ്ഞപ്പോ സ്വന്തം ആലയത്തിൽ നിന്ന് കൂട്ടത്തോടെ പുറത്താക്കപ്പെടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മറിമായങ്ങൾ നമ്മളൊക്കെ ഒന്ന് കേൾക്കേണ്ടതാണ്. നമ്മൾ ശിർക്കിലേക്ക് പോയി ആരോപിച്ചത് അവിടെ കുറിച്ച് നീച്ചെന്ന് പറഞ്ഞാൽ മതിയോ? ഒരാൾ ശിർക്കല്ലെങ്കിൽ ശിർക്കല്ലാത്തൊരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ ഒരാളെ കുറിച്ച് ശിർക്കാരോപണം നടത്തുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്ത കാര്യം അയാൾ പറഞ്ഞ കാര്യം വ്യക്തമായ ശിർക്കാണെന്ന് പ്രമാണങ്ങൾ കൊണ്ട് തെളിഞ്ഞിരിക്കണം. അയ്യോ അതന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളത്. അത് സക്കറിയ സ്വലാഹിക്ക് പെടുത്താണ് തോന്നുന്നത്. സക്കറിയ സ്വലാഹി പറഞ്ഞങ്ങൾ കേട്ടോ, വ്യക്തമായി ശിർക്കാണെന്ന് തെളിയണം. ഒരാളെക്കുറിച്ച് മുശ്രിക്കെന്ന ആരോപണം നടത്തൽ അത് അപരാധമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണ് കൃത്യമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കണം, അത് അറിയണം. അല്ലെങ്കിൽ ആളെ മുശ്രിക്കാക്കുക എന്നുള്ളത് വലിയ കുറ്റാണ്. അല്ലെങ്കിൽ ആളുകളെ മുശ്രിക്കാക്കുക എന്ന് പറയുന്നത് വലിയ കുറ്റമുള്ള കാര്യമാണ്. അതന്നെയാണ് മഹാന്മാരായ പണ്ഡിതന്മാരും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. പക്ഷേ ഇവർ വിടുന്ന ലക്ഷണമില്ല. ഇവരാര് പറഞ്ഞാലും അംഗീകരിക്കൂല. എത്രത്തോളം ഇവരിലെ നേതാക്കന്മാർ തലതൊട്ടപ്പന്മാരായ നേതാക്കന്മാർ പറയാൻ ഒരു രംഗത്ത് ഒരാൾ പറയാൻ ഞങ്ങൾക്ക് ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ആര് പറഞ്ഞാലും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഇവർ സമുദായത്തിന്റെ മുമ്പിൽ പറഞ്ഞു. പിന്നെ ആര് പറഞ്ഞാൽ അനുസരിക്കാൻ പറ്റുക? പിന്നെ ആര് പറഞ്ഞാലാണ് ഇവർക്ക് മാനദണ്ഡമാക്കാൻ പറ്റുക? ഈ കേവലം 1921 ശേഷം വന്ന് പിറന്നു വീണ ഈ ഒരു തളിരിലയാണോ ഈ സമുദായത്തിന്റെ മുമ്പിൽ വിദണ്ഡമായ വാദങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അവർ പിന്നെ ആരെയാണ് മാനദണ്ഡമാക്കുന്നത്? മഹാന്മാരായ പണ്ഡിതന്മാര് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ടില്ലെങ്കിൽ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയിട്ടില്ലെങ്കിൽ, മഹാന്മാരായ പണ്ഡിതന്മാരെ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആര് പറഞ്ഞാലോ ഇവരനുസരിക്കുക? ഉമർ മൗലവി പറഞ്ഞാലോ, എ.പി. അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞാലോ, ആര് പറഞ്ഞാലും അനുസരിക്കാൻ പറ്റുക? ശ്രദ്ധയോടുകൂടി നമ്മളൊക്കെ കേൾക്കേണ്ട കാര്യമാണ്. പറഞ്ഞാലും ഇബ്നു തൈമിയ്യ പറഞ്ഞാലും ഇബ്നു ഖയ്യിം പറഞ്ഞാലും ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞാലും മാലിക് ബിൻ അനസ് പറഞ്ഞാലും മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ പറഞ്ഞാലും അബൂ ഹനീഫ പറഞ്ഞാലും അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞാലും മുജാഹിദ് പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം സ്വീകരിക്കാൻ ബാധ്യസ്ഥമല്ല. മുജാഹിദ് പ്രസ്ഥാനം ആരൊക്കെ പറഞ്ഞ് നേതാക്കന്മാരൊക്കെ ആദ്യം തന്നെ ഓരോ സ്വന്തം നേതാക്കന്മാരെ ഓരോ ആലിമുൽ അല്ലാമയാക്കി ഇവർ കൊണ്ടു നടന്നിരുന്ന ഇവരുടെ വഹാബി പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പന്മാരായ ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞാലും ഇബ്നു തൈമിയ്യ പറഞ്ഞാലും ഇബ്നു ഖയ്യിം പറഞ്ഞാലും ഇവരാര് പറഞ്ഞാലും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഇമാം ശാഫിഈ പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇവരുടെ വാദമെങ്കിൽ പൂർവികരായ ആളുകൾ ഇമാം ശാഫിഈക്ക് തെറ്റുപറ്റിയിട്ടില്ല, പണ്ഡിതന്മാർക്കൊന്നും തെറ്റുപറ്റിയിട്ടില്ല എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി. പേര് തന്നെ ഒരു മുജാഹിദിന് മുപ്പരവാദം അന്ന് കേട്ടോക്കാം. അതെന്നെ പറഞ്ഞത് പൂർവികരായ ആളുകൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാലങ്ങൾക്ക് മുമ്പേ ഇവിടെയുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ പ്രവർത്തകന്മാരും സമുദായത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൂർവികരായ ആളുകൾക്ക് തെറ്റുപറ്റിയിട്ടില്ല,
പണ്ഡിതന്മാർക്ക് തെറ്റുപറ്റിയിട്ടില്ല, ഇമാമിയങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ മാത്രം എല്ലാവർക്കും തെറ്റുപറ്റിയിരിക്കണമെന്ന് നമ്മളിപ്പോ ആരാ ആളുകളെന്ന് പറഞ്ഞിട്ടാണ് മുജാഹിദ് ബാലുശ്ശേരി ക്രോധാവേശത്തോടു കൂടി ആളുകളോട് ചോദിക്കുന്നത്. അത് കണിശമാണ്. അതിൽ ഒരക്ഷരം ചൂണ്ടിക്കാണിച്ച ഇടൂലല്ലേ എന്നെ ബുദ്ധിമുട്ടിച്ചറിയും. പിന്നെ മൂപ്പർ അവസാനം ചോദിക്കും എന്താണ് ദീന്. അതന്നെ ഞങ്ങൾ പറഞ്ഞത്, പൂർവികരായ പണ്ഡിതന്മാരെ അനുസരിക്കലാണ് ദീന്. പൂർവികരായ പണ്ഡിതന്മാരെ അവരെ പിന്നെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയിടുന്നതല്ല ദീന്. കാലങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാരും അതിന്റെ വക്താക്കളുമൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചത് തന്നെ അതാണ്. പൂർവികരായ ആളുകൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു സ്വഹാബത്തെ കിറാം. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖൈറുൽ ഖുറൂനി ഖർനി, കാലങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല കാലം എന്ന് പറയുന്നത് ഖർനി, അത് എന്റെ കാലമാണ്. എന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ് ഏറ്റവും നല്ല ആളുകൾ. പിന്നെയോ സുന്നല്ലദീന യലൂനകും, സുന്നല്ലദീന യലൂനകും, പിന്നെ അവരെ തുടർന്ന് വന്നയാളുകൾ, അവരെ തുടർന്ന് വന്നയാളുകൾ, മഹാന്മാരായ സ്വഹാബത്തെ കിറാം, അവരെ തുടർന്ന് വന്ന താബിഈങ്ങൾ, അവരെ തുടർന്ന് വന്ന തബഅ താബിഈങ്ങൾ, ഈ ശൃംഖലയിൽപ്പെട്ടവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ എല്ലാ പണ്ഡിതന്മാരും. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, എല്ലാവരും ഈ ഒരു ശ്രേണിയിൽപ്പെട്ടവരാണ് എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്തൊരാൾ പറയാണ്, ആര് പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റില്ല. ഞങ്ങൾ മുൻകഴിഞ്ഞു പോയ എല്ലാവർക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. അതുവരെ ഇവരുടെ വലിയ നേതാവായി കൊണ്ടു നടന്ന ആളുകളുടെ ഒക്കെ പേരെടുത്തുകൊണ്ട് പറഞ്ഞവർക്കൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ട്. പിന്നെ വലിയ ആൾക്കാർ നമ്മൾ. അപ്പൊ മുജാഹിദ് ബാലുശ്ശേരിന്റെ വക എനിക്ക് കിട്ടല്, നമ്മൾ വലിയ ആൾക്കാർ, എല്ലാത്തിനെ കുറിച്ചും നമുക്ക് കൃത്യമായത് നമുക്ക് തെറ്റുപറ്റില്ല. നമ്മൾ വലിയ മുഹദ്ദിസീങ്ങളും നമ്മൾ വലിയ ഫുഖഹാക്കളും വലിയ മുഫസ്സിരീങ്ങളും ഒക്കെ എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം പോരടിക്കുന്നിടത്തേക്ക് കാര്യങ്ങളെത്തി. അപ്പോഴാണ് കരുവള്ളി മുഹമ്മദ് മൗലവി കാര്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയാൻ നിർബന്ധിതനായത്. എന്താ കരുവള്ളി മുഹമ്മദ് മൗലവി പറഞ്ഞറിയോ? നമ്മൾ പണ്ഡിതന്മാരായ ആളുകൾ, നമ്മൾ മറുപക്ഷത്തിരിക്കുന്ന പണ്ഡിതന്മാരായ ആളുകള് അതില് കേരളത്തില് അത്യാവശ്യം തഹ്ഖീഖുള്ള പണ്ഡിതന്മാരുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ തന്നെ. അത് പിന്നെ തുറന്നു പറയില്ലാതെ യാതൊരു നിവൃത്തിയില്ലല്ലോ. സത്യങ്ങൾ തുറന്നു പറയില്ലാതെ ഒരു വേറെ നിവൃത്തിയില്ലല്ലോ. കാരണം പൊതുജനത്തിന്റെ മുമ്പിലുള്ളതൊക്കെ പറഞ്ഞത് പൊതുജനത്തിനോടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പൊ സമുദായത്തിന്റെ മുമ്പിൽ നുണ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഏതായാലും കരുവള്ളി മുഹമ്മദ് മൗലവിക്ക് നന്നായിട്ട് തിരിയും. അപ്പൊ മൂപ്പര് പറയാണ്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാരെ തഹ്ഖീഖുള്ള ആളുകൾ നല്ല ഭയഭക്തിയുള്ള പണ്ഡിതന്മാർ സമസ്തയിലുണ്ട്. അതും മൂപ്പറിനെ പറയാം. നല്ല വറയുള്ള ഭയഭക്തിയുള്ള പണ്ഡിതന്മാര് അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിലുണ്ട്. എന്നാ പിന്നെ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വയസ്സാം കാലത്ത് അവിടെ ഇങ്ങനെ ഇരിക്കണ്ടെങ്കിൽ കിടന്നല്ലോ. ഇവിടെ വല്ല തസ്ബീഹുമാലയും ചൊല്ലിയിരിക്കല്ലോ ഏറ്റവും നല്ലത്. അപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഹക്കിന്റെ പാതയാണെന്നറിഞ്ഞിട്ടും നന്മയുടെ പാണ്ഡവമാണെന്നറിഞ്ഞിട്ടും ശരിയുടെ മാർഗമാണെന്നറിഞ്ഞിട്ടും സ്വർഗത്തിന്റെ പാതയാണെന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പിന്നെ അവിടെ തന്നെ കുറെ ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നതെന്നറിയില്ല. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഹക്കിന്റെ പാതയിൽ ഉറപ്പിച്ചു നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തൊക്കെയാ ജിന്നിനെ കുറിച്ച് പറയുമ്പോൾ ഏറെ നമുക്ക് പറയാണ്ട് അല്ലേ? എന്താണ് ജിന്നിനെ കുറിച്ച്? എന്തൊക്കെ വാദങ്ങൾ അവർ പറഞ്ഞിരുന്നത്? ഹിദായത്ത് വരെ, എങ്ങനെ ഹിദായത്ത് വരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്കുള്ള ഹിദായത്ത് വരെ ജിന്ന് കൊടുക്കും. അങ്ങനെ വരെ പ്രസംഗിച്ചിവർ നടന്നു. ഓക്കെ, ശംസുദ്ദീൻ ഭാരതല്ലേ? വലിയ ഒരു പങ്ക് നമ്മുടെ മിത്രങ്ങളാണ്.
നമ്മെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നവരാണ്, എപ്പോഴും നമ്മുടെ കൂടെ കൂട്ടാളിയായിട്ടുണ്ടാകുന്നവരുമാണ്. നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിനെ നന്മയിലേക്ക് ചിന്തിക്കുകയും തിന്മയുടെ സാഹചര്യം വരുമ്പോൾ നമ്മെ അതിൽ നിന്ന് തെറ്റിക്കുകയും തിന്മകളിൽ നമ്മുടെ കണ്ണ് അടയ്ക്കുകയും നമ്മുടെ കാലുകളെ അവിടെ നിന്ന് മാറ്റി സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് സത്യവിശ്വാസികളായ ജിന്നുകളുടെ സാമീപ്യവും സാന്നിധ്യവും കൊണ്ടുകൂടിയാണത്. ഒരു കാലഘട്ടത്തിൽ ജിന്ന് എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല. കാരണം അദൃശ്യമാർഗത്തിലുള്ള വിശ്വാസം ശരിയല്ലല്ലോ. അദൃശ്യമാർഗത്തിൽ ഉള്ള പിന്നെ എന്താണ് ഷാർപ്പണ്ട് ചോദിക്കുന്നത്, 10ാം ക്ലാസ് തോറ്റാൽ വാഫിയാകാമോ? അതെ, നെറ്റ് വരുന്നുണ്ട് കേട്ടോ. ഷാർപ്പണ്ട് പോവല്ലേ, ഷാർപ്പണ്ട് പോകരുതിട്ടാ. നെറ്റ് വരുന്നുണ്ട്. അതാർക്കാണ് തിരിയാത്തതെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ SLC തോറ്റാലേ എന്റെ പൊന്നാര ഷാർപ്പുണ്ട്. അപ്പോ ഒരു കാലഘട്ടത്തിൽ ജിന്ന് എന്ന് പറയുന്ന ഒരു സാധനം തന്നെ ഇല്ല, ജിന്ന് എന്ന് പറയുന്ന ഒരു വകുപ്പല്ല എന്ന് പറഞ്ഞ് മറഞ്ഞു ജിന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് സെക്കരി ചോദിച്ചേ, സെക്കരി ചോദിച്ചാൽ പഠിക്കില്ലേന്നാ. അപ്പൊ എല്ലാ കാര്യവും ജിന്ന് നടത്തിത്തരും, ജിന്ന് നടത്തിത്തരും എന്നുള്ളിടത്തേക്ക് ഇവരുടെ ചർച്ചകൾ വരെ എത്തി അല്ലേ. അതിന്റെ പേരിലാണ് ശക്തമായ പ്രശ്നങ്ങൾ ഈ മുജാഹിദ് വിഭാഗത്തിലുണ്ടായി അല്ലേ. ജിന്നിനെ കുറിച്ച് സക്കരിയ സ്വലാഹിന്റെ അഭിപ്രായം എന്താ? സക്കരിയ സ്വലാഹിയുടെ അഭിപ്രായം എന്താ? ജിന്നിനെ കുറിച്ച് പുതിയ അഭിപ്രായം എത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ആളുകൾ പഠിക്കുന്നില്ല പഴയതുപോലെ പഠിക്കുന്നില്ല, പുതിയതുപോലും പഠിക്കുന്നില്ല. അങ്ങനെയാണ് ഈ പേരാമ്പറം തോറ്റു പോകില്ലല്ലോ. മുജാഹിദ് പ്രവർത്തകർ പഠിക്കാറുണ്ടായിരുന്നു. അമാനി മൗലവിന്റെ പരിഭാഷയുടെ വാങ്ങി വെക്കും ഷോക്കേസിൽ, വായിച്ചു നോക്കൂല. മുതിർന്ന ആളുകൾ പലരും വായിച്ചിട്ടുള്ളത് സിയനിന്റെ പരിഭാഷയാണ്. സിയനിന്റെ പരിഭാഷ ശുദ്ധ അഖ്ലാനി പരിഭാഷയാണ്. ജിന്നി എന്നൊരു വർഗം തന്നെ അല്ല. അതിപ്പോ മൂപ്പർക്ക് സമ്മതിക്കേണ്ടി വന്നേ, മൂപ്പർക്കത് സമ്മതിക്കേണ്ടി വന്ന്. ജിന്ന് എന്ന് പറയുന്ന വർഗം തന്നെ ഇല്ലാന്ന് ശുദ്ധ അഖ്ലാനി പരിഭാഷ അല്ലേ. இந்த അഖ്ലാനി പരിഭാഷ പറഞ്ഞാല് ഒരു പിന്നെ എന്താണ് ചിന്താപരമായി താത്വികമായി കാര്യങ്ങളെ കൊണ്ടുപാടുന്ന വെറും നെസ്സൊന്നും നോക്കാതെ അങ്ങനെ മറുപടി പറയുക. ഇത് മനുഷ്യരുടെ അപരിഷ്കൃത വർഗമാണ്. ജിന്നും ഇൻസും പറഞ്ഞ കാടനും നാടനും. ജിന്ന് കാടൻ, ഇൻസ് നാടൻ. അയ്യോ, ജിന്ന് കാടൻ, ഇൻസ് നാടൻ. അവിടെ കിട്ടി. തുണിയും കുപ്പായിട്ട് പരിഷ്കൃതനായി ജീവിക്കുന്നവർ ഇൻസ്. ആദിവാസിയെ കാട്ടിലും കൊന്തലൊക്കെ ജീവിക്കുന്ന ആദിവാസി ജിന്ന്. ഈ രൂപം ഇല്ലാതെ ജിന്ന് എന്നൊരു വേറെ വർഗം എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കൂല. അപ്പൊ ആളുകൾ വിശ്വസിപ്പിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ CM മൗലവിയുടെ ദുർവ്യാഖ്യാനങ്ങളാണ് നമ്മളിവിടെ നമ്മുടെ ഖുർആൻ പരിഭാഷ വേഗം മറക്കാം. എന്നിട്ട് കുറെ സുഹാക്കളെ കേട്ടിരുന്ന് ചിരിക്കുന്നുണ്ട്. ഇത്രയും കാലം ഇവർ അനുധാവനം ചെയ്ത സത്യപാത സൽസബീൽ എന്നൊക്കെ പറയുന്ന ഈ ഭാഷയിൽ പറയുന്ന കരിയാണെന്ന് നോക്കി എല്ലാവരും ഇങ്ങനെ ഉഷാറായിട്ട് ചിരിച്ചു കൊടുക്കാൻ അല്ലേ. എത്രത്തോളം ഒരുപാട് കാര്യങ്ങൾ. പിന്നെ എന്താണ് ഷാർപ്പൻഡിന് വേണ്ടത്? ഷാർപ്പൻഡിന് എന്താ വേണ്ടത്? തീരന്തല്ലേ? പിന്നെ മുജാഹിദിനെ പറയുമ്പോ പൊള്ളു. അതെ, കേൾക്കുന്നുണ്ടല്ലോ, സുഹൃത്തുക്കളൊക്കെ കേൾക്കുന്നില്ലേ? മുജാഹിദിനെ പറയുമ്പോൾ നന്നായിട്ട് പൊള്ളു. ഇപ്പൊ ഒക്കെ ഒരു കൗമാണ്, ഒക്കെ ഒരു ടീമാണ്. അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നതുകൊണ്ട് പൊന്മളിയും പിന്നെ എല്ലാവരും അഡ്ജസ്റ്റ്മെന്റ് പോകുന്നതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ കൊള്ളുമ്പോഴേ കുറച്ച് തന്നെ നമ്മുടെ ആൾക്കാരെ പറ്റി തന്നെയുള്ള ഈ പറഞ്ഞു എന്ന് ബേജാറുണ്ടാവും. അവ ബേജാറൊക്കെ തൽക്കാലം അവിടെ വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോ ഏതുവരെ ജിന്ന് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഹെൽപ്പറാകും, എല്ലാ കാര്യങ്ങളും സഹായം നമുക്ക് കിട്ടും. വിവാഹം വരെ ജിന്ന് മുടക്കും പറഞ്ഞില്ലേ? ജിന്ന് വിവാഹം മുടക്കും. പിന്നെ ഡസൻ കണക്കിന്
ഡസൺ കണക്കിന് ആളുകൾ ഒന്ന് കാണുകയും ആ പെണ്ണിന്റെ സൗന്ദര്യമുണ്ട്, പക്ഷെ അങ്ങനെയുള്ള കേസ് 2-3 പ്രാവശ്യമായി ഖുർആൻ പഠിച്ച ഖുർആൻ ഓതി ചികിത്സിച്ച കല്യാണം നടത്തുന്ന സംഭവങ്ങൾ. ഡോക്ടർ സുബൈർ മൗലവിക്ക് പരിപാടിക്കതൊക്കെ തന്നെയാണ്. ഖുർആന് പിന്നെ എങ്ങനെങ്കിലും ഖുർആനൊക്കെ ഒതിരി ചികിത്സിക്കണ രീതി അതൊക്കെ ഉണ്ട്. ഒരു ജിന്നിനെ അടിച്ചിറക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതിനാൽ ഇതൊക്കെ കൂടി പറഞ്ഞു വന്നപ്പോ ഈ വാദങ്ങളൊക്കെ സമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ തുരുതുരാ വന്നപ്പോ വാദങ്ങളും പ്രതിവാദങ്ങളും ആയപ്പോ സമൂഹം അവരെ കുറിച്ച് കൃത്യമായി പഠിച്ചു. ഒരു കാലഘട്ടത്തിൽ ജിന്നിനെ കുറിച്ചുള്ള ഇവരുടെ അഭിപ്രായം എന്തായിരുന്നു? മറഞ്ഞ മാർഗത്തിനെ കുറിച്ച്, മറഞ്ഞ മാർഗത്തിലുള്ള ഗൈബിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ഇവരുടെ അഭിപ്രായം എന്തായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. അപ്പൊ തമ്മിലടിയായി, പരസ്പരം അടിയായി അല്ലേ? എത്രത്തോളം വെച്ചാൽ ഇവരെ കൂട്ടത്തിലുള്ള ഒരാൾ വരെയാണ് സ്വന്തമായിട്ട് ക്ലിനിക്കൊക്കെ. നിങ്ങൾ കേട്ടതാണ്, എന്നാലും ഒരു പിന്നെ ഫലക്കർ അതിനുവേണ്ടി മാത്രമാണ് ഇതൊക്കെ പറയുന്നത്. അങ്ങനെ കേരള ജമിയത്തുലമയുടെ എക്സിക്യൂട്ടീവും ആ എക്സിക്യൂട്ടീവിലേക്ക് ബന്ധപ്പെട്ട ആളുകളെയും വിളിച്ചു വരുത്തി ഒരു ദിവസം ആ കേരള ജമിയത്തുലമയുടെ എക്സിക്യൂട്ടീവിലുള്ള ആൾക്കാരൊക്കെ കൂടിച്ചേർന്നിട്ട് എന്ത് ചെയ്തു? ഒരു കേരള ജമിയത്തുലമ കീഴില് ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. കാലത്ത് 10 മണി മുതൽ മഗ്‌രിബ് വരെ നീണ്ടുനിന്ന ഒരു ഫുൾ ഡേ യോഗത്തിൽ ഈ കാര്യം ചർച്ച ചെയ്തു. കൂട്ടത്തിൽ ഒരാൾ ഇത്രത്തോളം പറഞ്ഞു, എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ ഓരോ ഗ്രാമത്തിലും ഈ ജിന്നിനെ ഇറക്കുന്ന ഒരു യൂണിറ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, തുടങ്ങണം എന്ന അഭിപ്രായം വരെ ഒരാൾ പറഞ്ഞിട്ടുണ്ടാവും. ആൾക്കാർക്ക് ഓരോന്ന് തോന്നണേ, എന്തൊക്കെ ഇതൊക്കെ ചെയ്യാം. ആൾക്കാർ പറയണേ നമുക്ക് എന്ത് ചെയ്യണം, ഓരോ യൂണിറ്റിലും ഇങ്ങനെ ജിന്ന് അടിച്ചിറക്കുന്ന സ്ഥലം, ഓരോ ക്ലിനിക്ക് വരെ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോ ഒരാള് പറഞ്ഞപ്പോ അപ്പുറത്തുനിന്ന് മറ്റാള് എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു പരിപാടി ഒന്നുമില്ല, ജിന്നിന് അടിച്ചിറക്കുന്ന ഒരു പരിപാടി ഒന്നുമില്ല, അങ്ങനെ ഒരു ക്ലിനിക്ക് തന്നെ നമ്മൾ തുടങ്ങിയിട്ടില്ല എന്ന് മറ്റുള്ള ഒരാള്. അങ്ങനെ കേരളത്തിൽ അതല്ലേ മുജാഹിദുകളെ കുറിച്ച് പറയുന്നു, അവര് ജിന്നുകളെ അടിച്ചിറക്കുന്ന ക്ലിനിക്കുകൾ നടത്തുന്നു. ഇയാളറിയോ? നിങ്ങൾ ഹോസ്റ്റലിലുള്ള ആരെങ്കിലും ഇയാളറിയോ? ഇയാളെ ശബ്ദം കേട്ടിട്ട് പക്ഷെ പരിചയം ഉണ്ടെന്ന് അറിയില്ല. ഇയാളെ നല്ല പരിചയം ഉണ്ടാവും. ഇയാള് പറയണേ എന്താണ്, പറഞ്ഞ ആൾക്കാരൊക്കെ സ്റ്റേജിലിരുന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ജിന്നടിച്ചിറക്കണം, കേന്ദ്രങ്ങൾ തുറക്കണം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ. അപ്പൊ ഇയാള് പറയാണ് ഇതൊക്കെ പിന്നെ ഇങ്ങനെ ജിന്നടിച്ചിറക്കണ ഒരു ക്ലിനിക്ക് ഇല്ല എന്ന് മുദ്രവാദം. പറയട്ടെ, ഒരൊറ്റ മുജാഹിദിനും അങ്ങനെ ഒരു കേന്ദ്രമില്ല. മുജാഹിദികൾ ഇങ്ങനെ ജിന്നിളക്കിയിട്ട് ആ ജിന്നിനോട് സംസാരിച്ച് ഇന്റർവ്യൂ നടത്തുന്നവരല്ല. ആ ജിന്നുകളെ അടിച്ചിറക്കിയിട്ട് അവരോട് സംസാരിച്ച് ആ ജിന്നുകൾ പറയുന്നത് കേട്ട് വിശ്വസിക്കാൻ മുജാഹിദിനെ കിട്ടൂല. പിന്നെ സക്കരിയ സലായും പിന്നെ നമ്മൾ ഡോക്ടർ സുബൈറൊക്കെ പിന്നെ മുജാഹിദ് അല്ലാതെ പിന്നെ കടുത്ത മുജാഹിദല്ലേ, മുജാഹിദിന് ഡബിൾ മുജാഹിദല്ലേ. എന്നിട്ട് പറയാൻ മുജാഹിദിന് കിട്ടൂലാണ് ഇയാളെ അവസ്ഥ. ഇയാളെ കുറിച്ച് AP അബ്ദുൽ ഖാദർ മൗലവിക്ക് പോലും ഇയാളെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു എന്നുള്ളത് നിഷാൻ മാഹിയുമായിട്ടുള്ള ഒരു ഫോൺ ക്ലിപ്പിൽ ഇത് വ്യക്തമാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം കിട്ടുമെങ്കിൽ അവിടെ പ്ലേ ചെയ്യേണ്ടി ഇൻഷാ അല്ലാഹ്. അപ്പോ ജിന്നെ അടിച്ചിറക്കുന്ന ചികിത്സ അങ്ങനെ പരിപാടിയൊന്നുമില്ല എന്നാണ് ഷാർജ ശൈഖ് പറയുന്നത്. അപ്പൊ ഈ മറുപടി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമാണല്ലോ ഒരേ വകുപ്പപ്പെട്ട ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിട്ട് പറയുന്നു. ഇവിടെ കീശേരിക്കടുത്തു കീശേരി പറഞ്ഞാൽ തോട്ടക്കാട് നാടിനടുത്തു എന്നാണ്. തോട്ടക്കാട് നാടിനടുത്ത് അല്ലേ? അൽവാസിയും തോട്ടക്കാടൊക്കെ നിൽക്കണ അവരൊക്കെ നാടിനടുത്ത് അവിടെ ഉണ്ടെന്നാണ് പറയുന്ന ആര്? ഹനീഫ. പ്രവർത്തകനായിരുന്ന മുജാഹിദ് ആദർശം അംഗീകരിച്ചിരുന്ന മുസ്ലിയാക്കന്മാരോട് പടവെട്ടാൻ വേണ്ടി പല സ്ഥലങ്ങളിലും രംഗത്ത് വന്നിരുന്ന അവരുടെ വാദമുഖാമുഖങ്ങളിൽ പോയി മുജാഹിദികൾക്ക് വേണ്ടി ചോദ്യം ചോദിച്ചിരുന്ന, മുജാഹിദികളുടെ ഇന്റർനെറ്റ് ക്ലാസ് റൂമുകളിൽ ഖുബൂരികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരുന്ന, ഖുബൂരികളുമായുള്ള വാദപ്രതിവാദത്തിൽ മുജാഹിദായി പങ്കെടുത്ത ആൾ
കീശേരിക്കടുത്ത പുൽപ്പറ്റയിൽ ചികിത്സ തുടങ്ങി. എന്താ? ദാമ്പത്യ പ്രശ്നം, സ്ഥിരമായ ദാമ്പത്യ തകർച്ച, ഗൾഫിലെ കഫീലുമായി ബന്ധപ്പെട്ട അങ്ങനെ സകല ദുന്യവിയായ കാര്യങ്ങൾക്കൊക്കെ പ്രതിവിധി അവിടെ പോയാൽ കിട്ടും കീശേരിയിൽ. അപ്പൊ കേട്ടപ്പോ മുജീബ് റഹ്മാൻ ഉസ്താദിന് ചെറിയ ടെൻഷൻ. നാടിനെ വെറുതെ നിങ്ങൾ നമ്മുടെ നാടിന്റെ കുറ്റം പറയരുതെന്ന് മുജീബ് റഹ്മാൻ. എന്താ റഹ്മാൻ, ഇല്ലത് പറയാനല്ലേ പറ്റുള്ളൂ. ഇങ്ങനെ ഓരോ മണ്ടല്ലാതെ ഇങ്ങനെ ഇറങ്ങി പറഞ്ഞാൽ എന്താ ചെയ്യാ? ഇത് പരിഹരിക്കാൻ ഇലാജ് ഖുർആൻ അസ്മാഉൽ ഹുസ്ന, അസ്മാഉൽ ഹുസ്ന, ഇലാജ് ഖുർആൻ അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്നയിൽ വിശ്വാസമില്ലാത്ത, ഗൈബിൽ വിശ്വാസമില്ലാത്ത, ജിന്നുണ്ട് ജിന്നില്ല എന്ന് പറഞ്ഞ് തർക്ക വിതർക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിലാണ് ഈ സ്പർദ്ധ നടന്നുകൊണ്ടിരുന്നത്. ഇത് വലിയ പൊട്ടിത്തെറിക്ക് കാരണമായി, സംഘടനാപരമായ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായി. വീണ്ടും പിളർന്ന് സക്കറിയ സലാഹി അവസാനം ചോദിക്കാൻ മൂപ്പർക്ക് ആ കൂടി ബേജാറാണ്. മൂപ്പര് ബേജാറായി കണ്ട് ഞാനപ്പോ ചെത്തിയാരും സക്കറിയ സലാഹി ചോദിക്കാം, ഇങ്ങനെ വാദമില്ല, കള്ള ആരോപണമാണിത്. അങ്ങനെയാണോ ആഗസ്റ്റ് 2 ഇവര് സെപ്റ്റംബർ 2 സംസ്ഥാന കൗൺസിൽ ചെയ്തു. അപ്പോഴും ഞാനൊരു കത്ത് കൊണ്ടേ കൊടുത്തു. ആ കത്തും അവിടെ വായിച്ചില്ല. അന്ന് 23 നടപടിക്രമം വായിച്ചു. 2007 മുതൽ 2012 വരെ എന്നെ തിരുത്താൻ വേണ്ടി നടത്തി. യഥാർത്ഥത്തിൽ എന്റെ പേരിലുള്ളൊരു കുറ്റപത്രമല്ല. ഈ വിഷയം മടവൂരികൾ വലിച്ചിട്ടത് മുതൽ KNM ആ വിഷയത്തിൽ സ്വീകരിച്ച നടപടിക്രമങ്ങളാണ് അതിലുള്ളത്. അതൊക്കെ എന്റെ കുറ്റമായിട്ട് എഴുതി. അതിൽ ഓരോന്ന് പറയുന്നത് മനസ്സിലായി. എന്താ ചെയ്യ? കുറ്റമുള്ളതായിട്ടല്ലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. സക്കറിയ സലാഹിക്ക് ബേജാറ് എന്റെ പേരില്. അത് നല്ലൊരു കൂകലാണ് വേണ്ടത്. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് പരസ്പരം പോരടിച്ച് സക്കറിയ സലാഹി എന്ന് പറയുമ്പോൾ അനസ് മൗലവി മറ്റൊന്ന് പറയും, അനസ് മൗലവി മറ്റൊന്ന് പറയുമ്പോൾ സക്കറിയ സലാഹി മറ്റൊന്ന് പറയും. മന്തി പിന്നെ മുഖാമുഖം അത് ഏറെ ശ്രദ്ധേയമാണ് അല്ലേ? സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ചരിത്രത്തിലും ഇസ്തിഖാമയുടെ ചരിത്രത്തിലൊക്കെ ഏറെ പറയപ്പെട്ട സ്ഥാനം കിട്ടിയെന്നാണ് മന്തി മുഖാമുഖം. അപ്പൊ സക്കറിയ സലാഹി മന്തി മുഖാമുഖത്തിന് സംവാദത്തിന് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനസ് മൗലവി സക്കറിയ സലാഹിയെ ശക്തമായി എതിർക്കുകയും വെല്ലുവിളിക്കുകയും കളിയാക്കുകയും ചെയ്യുകയാണ്. ഏറ്റവും വലിയ തെളിവ് കോഴിക്കോട് ജില്ലയിൽ നന്ദി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മുഖാമുഖം സംഘടിപ്പിച്ചപ്പോ സക്കറിയ മൗലവി അവിടുന്ന് സമർത്ഥമായി മുങ്ങി. സമർത്ഥമായിട്ട് മുങ്ങും എന്ന് പറഞ്ഞാൽ സമർത്ഥിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സമർത്ഥമായിട്ട് മുങ്ങുന്നത്. കയ്യിലൊന്നുമില്ലല്ലോ. കാര്യം ആൾക്കാരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഇബാറത്ത് ആൾക്കാരെ മുമ്പിൽ സമർപ്പിക്കണ്ടേ? അപ്പൊ സമർത്ഥമായിട്ട് മുങ്ങാൻ കാരണം സമർത്ഥിക്കാൻ കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് സക്കറിയ സലാഹി മുങ്ങി എന്നത് ഇയാൾക്കറിയില്ല. മുങ്ങിക്കളഞ്ഞു. മുഖാമുഖത്തിന് നന്ദി ദാറുസലാമിന്റെ മുന്നിൽ മുഖാമുഖം വെച്ചിട്ട് അവിടുന്ന് പോയിക്കളഞ്ഞു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കോഴിക്കോട് വന്നു, രഹസ്യമായി താമസിച്ചു. എന്നിട്ട് കപ്പലിൽ കയറി അവിടുന്ന് നേരെ ദ്വീപിലേക്ക് പോയി. ഞങ്ങള് കുറച്ച് സാധുക്കൾ അവിടെ പോയി നന്ദി ദാറുസലാമിന്റെ മുന്നിൽ വാദപ്രസംഗം നടത്താൻ ഞങ്ങൾ കുടുങ്ങി. അവിടെ കുടുങ്ങൂലേ? നിങ്ങൾ ആരെ മുമ്പിക്കാ വരുന്നത്? നിങ്ങൾ വാദപ്രതിവാദവും സംവാദവും ഖണ്ഡന പ്രസംഗങ്ങളൊക്കെ നടത്താൻ ആരെ മുമ്പിൽക്കങ്ങനെ വരുന്നത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പണ്ഡിതന്മാരുടെ മുമ്പിക്കോ ഇസ്തിഖാമയുടെ ചില കുട്ടികളുടെ മുമ്പിൽക്കോ ആരെ മുമ്പിക്കങ്ങനെ വരുന്നേ? നിങ്ങൾ കുടുങ്ങിയല്ലാതെ പിന്നെ അവിടെ വേറെന്താ ഉണ്ടാവുക? അപ്പൊ ശക്തമായ പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ടായി. സക്കറിയ സലാഹി പിന്നെ ഹുസൈൻ സലഫിക്കെതിരെ ചാടാൻ തുടങ്ങി. ഹുസൈൻ സലഫിക്കെതിരെ വ്യക്തമായ പ്രചരണങ്ങൾ അത് കേട്ടത് നടക്കോ? നമുക്കൊന്നും ഒരു സഹായം ചെയ്യൂലെന്ന് പറഞ്ഞാൽ ആരും അനുസരിക്കില്ലെന്ന് പറഞ്ഞാൽ. അപ്പൊ സുഹൃത്തുക്കളെ, ശമ്മും താഴത്തും ഉലുൽ അംറുമൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. നമ്മള് ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും എന്ന് പറഞ്ഞാല് ഹുസൈൻ സലഫിയോട് പറയാണ്, സമ്മും താഴത്തൊക്കെ നിങ്ങളെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കും. ഒരു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പറയരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം സലഫി ദഅ്വാ രംഗത്ത് നമ്മൾ സ്വീകരിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് ചർച്ച നടന്നിട്ടുണ്ട്. ഇപ്പൊ പെട്ടെന്നിറങ്ങി പറഞ്ഞൊന്നല്ല, മാസങ്ങൾക്ക് മുമ്പ് ചർച്ച നടന്നിട്ടുണ്ട്. എന്തിനായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ
നമ്മൾ ഹോട്ടൽ സ്റ്റാൻഡ് മീറ്റിംഗ് കൂടിയത്? അതിന് മുൻകൈ എടുത്ത സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കട്ടെ. ഹോട്ടലില് പിന്നെ മീറ്റിംഗ് കൂടിയത് ചായ കുടിക്കാനും കപ്പലിൽ മുങ്ങാനൊക്കെയാണ് അറിയില്ല. ഏതായാലും പ്രമാണങ്ങളുടെ മുമ്പില് ഇവർക്ക് ഒന്നും പറയാനില്ല. പ്രമാണങ്ങളുടെ മുമ്പിൽ ഒന്നും പറയാനില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ, സമസ്ത കേരള ജമീയത്തുൽ ഉലമായുടെ പണ്ഡിതന്മാർ, ആലിമീങ്ങളൊക്കെ കൃത്യമായൊരു വര വരച്ചെന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ ഒരു വരക്ക് പുറത്ത് ഇവരൊക്കെ പോയി എന്നുള്ളതാണ് ഇവർക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. ടി കെ അഷ്റഫിനെ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ വിശദമായിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഏതായാലും മുസ്തഫ അഷ്റഫി കക്കുപ്പടി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇവരുടെ വിഭാഗത്തിന്റെ ഇടയിൽ പോയി നടത്തുന്ന ഒരു വെല്ലുവിളിയുണ്ട്. എന്താണെന്നറിയോ? ആ വെല്ലുവിളിക്ക് കോട്ടക്കലിലെ എടരിക്കോട് മഹാന്മാരായ പണ്ഡിതന്മാർ ഉസ്താദുമാരൊക്കെ ഒന്നിച്ചിരുത്തി ഇവരെ കുത്തിയിരുത്തിയിട്ട് ബഹുമാനപ്പെട്ട ഗഫൂർ അൻവർ, എം ടി ഉസ്താദ്, സലീം ഇർഫാൻ അടക്കമുള്ള ആളുകളൊക്കെ ഇരുത്തിയിട്ട് ഒരു ചോദ്യം അഷ്റഫി ചോദിക്കുന്ന ഒരു രംഗുണ്ട്. അതിന് കിടന്നിട്ട് ബബ്ബബ്ബ് പറയുന്ന വളരെ രസകരമായ സീന് യൂട്യൂബിൽ നമ്മൾ ഇന്നും അടിച്ചാൽ അതൊന്നും കാണാൻ പറ്റും. ഇവിടെ ഉണ്ടായ സാഹചര്യം നബീൽ സാഹിബ് പറഞ്ഞു പെരുന്നാളിനൊക്കെ അതവിടെ വിഷയത്തിലേ അതെന്നെ മാറി എങ്ങനെ ചെയ്താലോ, നിങ്ങൾ ഇപ്പൊ തന്നെ അങ്ങനെ ആയാലോ, നിങ്ങൾ നിൽക്കി ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ കേട്ടല്ലോ. ഞങ്ങൾക്കറിയാം ഇസ്തിഹാസ പറഞ്ഞ് നിങ്ങൾക്ക് പേടിയുണ്ടാവും. ഞങ്ങൾ APക്ക് തലാക്ക് പ്രശ്നം പറഞ്ഞ് ഇപ്പൊ നിങ്ങൾ ഇസ്തിഹാസിന്റെ വിഷയത്തിലല്ലോ അങ്ങോട്ടും കൊണ്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു കേരളത്തിലേക്കുന്ന എല്ലാ തർക്കത്തിനും പറയും ഇവിടെ എഴുതിയ 3 വിഷയങ്ങൾ, ഈ 3 വിഷയങ്ങൾ ഏറ്റവും പ്രാധാന്യം. 3 സാഹചര്യം ഉണ്ടാകുകൊണ്ടായിരിക്കും 3 എഴുതുണ്ടാകാം. അല്ലെങ്കിൽ നമ്മളും നിങ്ങളും തർക്കത്തിൽ ഒരുപാട് വിഷയങ്ങളെ ഒത്തോടെ എഴുതിയിട്ടില്ലല്ലോ. ഇവിടെ എഴുതിയ വിഷയങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഇസ്തിഹാസയാണല്ലോ. എന്തെങ്കിലും ഇസ്തിഹാസ പറയാൻ ഇപ്പത്തെ പേടി? ഇസ്തിഹാസ പറഞ്ഞിട്ടല്ലേ പോരെ, ഇസ്തിഹാസ കഴിഞ്ഞിട്ട് പോരെ. ഖുത്ബ ഏത് ഭാഷ? ഒരു മുസ്ലിമാണോ അല്ലോ തീരുമാനിക്കാത്ത ഒരാള് ഖുത്ബ ഏത് ഭാഷയിൽ ഓതിക്കണ്ട? അങ്ങനെ കൃത്യമായി ആളുകളുടെ മുമ്പിൽ പറഞ്ഞെടുത്തു. തൗഹീദ് ക്ലിയർ ആയെങ്കിൽ മാത്രമേ ബാക്കിയുള്ളതൊക്കെ ക്ലിയർ ആവൂ. തൗഹീദിന് കോട്ടം പറ്റിയിട്ട് വിശ്വാസത്തിൽ കോട്ടം പറ്റിയിട്ടിരുന്നിട്ട് എന്താണ് കാര്യം? വിശ്വാസത്തിന് കോട്ടം പറ്റിയതിനു ശേഷം തവസ്സുൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല, ഇസ്തിഗാസ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അതുപോലെ അനുബന്ധമായി മുജാഹിദുകൾ ആരോപിക്കുന്ന സർവമാന ആരോപണങ്ങളും ആരോപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഉത്തരം കിട്ടാതിരിക്കുമ്പോ, ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം എന്തായി? അവസാനം തമ്മിലടിയായി. അവസാനം അനസ് മൗലവിക്ക് മാപ്പ് പറയേണ്ട രംഗങ്ങൾ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നമ്മൾ ഒരു പ്രാവശ്യം അത് നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ട്. സാഹിബ് മുമ്പ് അനസ് മൗലവിയുടെ തൗബയും മാപ്പും നമ്മൾ കൃത്യമായി സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ അത് പ്ലേ ചെയ്തിട്ടുണ്ട്. മാപ്പ് ചോദിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി. എന്താണ്? ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ജാമിഅ നബവിയിൽ നടന്ന ഒരു ചർച്ചയിൽ മറുപടി പറയുന്നത് നമുക്കൊക്കെ ഇന്റർനെറ്റ് ലോകത്തോളം നമ്മളൊക്കെ ജീവിക്കുന്നത് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നേരത്തെ ഹനീഫ് മൗലവി പറഞ്ഞത് ആ MT വിഷൻ പുറത്തിറക്കിയ CD ആ വിഷയങ്ങൾ തിരുത്തിയതാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, അനസ് മൗലവി ശില്പശാല, കണ്ണൂർ ശില്പശാല എന്ന് ടൈറ്റിലുള്ള ഒരു പരിപാടിയിൽ വെച്ച് പറയുണ്ടായി. ആ ലേഖനം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ജബ്ബാർ മൗലവിയുടെ അടുക്കൽ പോവുകയും രാവിലെ മുതൽ രാത്രി വരെ അവിടെ നിൽക്കുകയും അത് തിരുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ MT വിഷൻസ് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ക്ലിപ്പിലുള്ളത് ഈ ലേഖനം അനസ് മൗലവി വായിക്കുകയും ഇതിലെവിടെ ശിർക്ക് എന്ന് ചോദിക്കുകയും അതുപോലെ തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് എവിടെ എന്നൊക്കെ ചോദിക്കുന്നതായി ഞാൻ ഇതെപ്പോഴും ആൾക്കാരെ പറഞ്ഞ് കുഴപ്പിക്കുന്നതാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത്
കാര്യകാരണ ബന്ധങ്ങൾക്ക് ഇപ്പുറമുള്ളത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് വലത് സൈഡിലുള്ളത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് ഇടത് സൈഡിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ആളുകളെ കുഴപ്പിക്കാൻ വേണ്ടി, സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇവരൊന്നും രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇനി മറുപടി നോക്കൂ. ക്ലിപ്പിലൂടെ കണ്ടിട്ടുണ്ട്. അപ്പോ എംടി വിഷൻ അത് പൊള്ളത്തരാണെങ്കിൽ അത് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് നിജസ്ഥിതി എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളുന്നു. എന്ത് ചെക്കനോട് ചോദിച്ചപ്പോഴേ സത്യത്തിൽ അനസമൂലെ ഈ മറുപടി പറയാൻ നിർബന്ധിതനായി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറുക്കൻ ചോദ്യം ചോദിച്ചപ്പോ ഇനിയിപ്പോ പാർട്ടി എല്ലാവരും കുത്തിരിക്കുന്ന സ്റ്റേജാണ്, വലിയ വേദിയാണ്. ഇവരുടെ ഒരു വലിയ കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് അതൊക്കെ നടക്കുന്നത്. അപ്പോ ഒരു നിവൃത്തിയില്ലല്ലോ, കൃത്യമായ മറുപടി പറയണ്ടേ. വിഷം പൊള്ളത്തരാണ് എന്ന് പറയേണ്ടതില്ല. നേരത്തെ പറഞ്ഞ പോലെ MD വിഷമാണ്. ആ MD എന്താണ്? മാക്സിമം തെറ്റിദ്ധരിപ്പിക്കുക എന്നോ, മുജാഹിദുകളുടെ തൗഹീദിൽ വിഷമിടുക എന്നോ ഒക്കെ വ്യാഖ്യാനിക്കാവുന്നതാണ്. അപ്പോ ഇത് ഈ MD വിഷനൊന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമയോ ഇസയോ അല്ലെങ്കിൽ സമസ്തയുടെ പോഷക സംഘടനകളോ ഉണ്ടാക്കിയല്ല. ഇത് ഇവരെ കൂട്ടത്തിലുള്ള തന്നെയാണ് ഈ MD വിഷൻ. അത് അതിനാണ് ഇവർ കളിയാക്കുന്നത്. ഞാൻ ഇന്നലെ ഈ ചോദ്യം വന്നപ്പോ പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഒരുപാട് മറുപടി ഉണ്ടാവില്ല, എനിക്ക് ഒരുപാട് മറുപടി എന്ന് പറയാനുണ്ട്. അത് ഒരു മറുപടി എന്നത് ഫസ്റ്റ് പറയാം. ആദ്യം നമുക്കൊന്ന് സങ്കല്പിക്കാം. എന്താ സങ്കല്പിക്കേണ്ടത്? ജബ്ബാർ മൗലവി പറഞ്ഞതുപോലെ ജിന്നിനോട് സഹായം തേടാൻ ശിർക്കല്ല എന്ന് വാദമുള്ള ആളായിരുന്നു ഞാൻ. ജബ്ബാർ മൗലവി നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ വിഖ്യാതമായ ഏത് അമീർകുൽ സാഹിബ് മംഗലാപുരം സംവാദത്തില് ഒന്നും പറയാൻ കഴിയാതെ ഇങ്ങനെ താടിയെടുത്ത് വായിലോട്ട് കുത്തിയിരുന്നൊരു ഒരു വയസ്സായ ഒരു കാക്ക, അയാളാണ് ഈ ജബ്ബാർ മൗലവി എന്ന് പറയുന്നത്. ഇയാള് ഇവരുടെ മാസികകളിൽ സ്ഥിരമായി ലേഖനം എഴുതുന്ന ആളാണ്. അയാളെ കുറിച്ചാണ് പറയുന്നത്. സങ്കല്പിച്ചു, അതാണല്ലോ സമ്മതിക്കേണ്ടത്. അങ്ങനെ സങ്കല്പിച്ചാല് ഞാൻ പറയുന്നു, അങ്ങനെ എനിക്ക് വാദമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹനീഫ് കായക്കൊടിക്ക് അങ്ങനെ വാദമുണ്ടായിരുന്നു. മൂപ്പർക്കങ്ങനെ വാദം ഉണ്ടായിരുന്നു എങ്കിൽ ഞങ്ങളോട് കേരളത്തെ ആദ്യത്തെ പണ്ഡിത സംഘടന കേരളത്തിൽ ഏറ്റുമുലമ ആ വിഷയത്തെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ ആയത്തോടിത്തന്ന് ഹദീസോടിത്തന്ന് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു അത് ശിർക്കാണ് എന്ന്. ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു. ഞങ്ങൾ ഉറക്കെ പറയുന്നു, ജമിയത്തുൽ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ്. ഞങ്ങളിങ്ങനെ വാദിച്ചിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ ചെയ്തത് തെറ്റാണ്. അത് ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്, തൗഹീദിനെതിരാണ് എങ്കിൽ ഇത് ഞങ്ങൾ തുറന്നു പറയുന്നു. ഒരു തെറ്റ് പറ്റിയ ഖുർആൻ എന്താ പറഞ്ഞത്? തെറ്റാണ്, സമ്മതിച്ചോട്ടെ. ഇനിയിപ്പോ വേറെ സംഗതികളുണ്ട്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തെറ്റിയെന്നല്ലാതെ ജമിയത്തുൽ ഉലമക്ക് തെറ്റിയെന്ന് എവിടെ? ഞങ്ങൾക്ക് തെറ്റിയെന്നല്ലാതെ ജമിയത്തുൽ ഉലമക്ക് തെറ്റിയെന്നവിടെ? പിന്നെ ഇനി മൂപ്പർ കൂട്ടം മറുപടിയാണ്. മാപ്പും തോപയും മാകക്കൂടി കോലാഹലമേടാക്കുന്ന ഒരു കാഴ്ച കാണാം. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫായിക്കൂടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത്. അതുതന്നെയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാര് പറയുന്നത്. നിങ്ങളുടെ ഒരു വാക്കുകൊണ്ട്, ഹനീഫാന്റെ വാക്കുകൊണ്ട്, അനസിന്റെ വാക്കുകൊണ്ട്, സക്കരിയാന്റെ വാക്കുകൊണ്ട്, സുല്ലമിന്റെ വാക്കുകൊണ്ട്, മദീനയുടെ വാക്കുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ട ഒരു മുസ്ലിമും ഒരു മുഅ്മിനും ഈമാൻ അവതാളത്തിലാകപ്പെടരുത് എന്നുള്ള ഉറച്ച ബോധ്യവും ഉള്ളത് കൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാർ സമുദായത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. സുന്നത്ത് ജമാഅത്ത് സമുദായത്തിന്റെ
മുന്നിൽ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നത്. എവിടെയൊക്കെ നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ടോ, സമുദായത്തിന്റെ ഇടയിൽ മോശമായ അബദ്ധധാരണകളുമായി നിങ്ങൾ എവിടെയൊക്കെ രംഗത്ത് വരുന്നുണ്ടോ, അവിടെയൊക്കെ സമസ്തയുടെയും SKSSF-ന്റെയും ഇസ്തിഖാമയുടെയും ഒക്കെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാർ അവിടെ സടകുടഞ്ഞെഴുന്നേറ്റ് നിങ്ങൾക്കെതിരെ ശക്തമായ പ്രചരണവുമായി രംഗത്ത് വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അവസാനം അനസ് മൗലവി നടക്കുന്നത് തൗബയാണ്. കാക്കത്തോ നടത്തിയിട്ടെന്താ കാര്യം? ഇന്നിപ്പോ ഞങ്ങളങ്ങനെ പറഞ്ഞു, തെറ്റായ ഒരു കാര്യം പറഞ്ഞെങ്കിലും ഞങ്ങളങ്ങനെ നിൽക്കണം അല്ല ഞങ്ങളോട് പറഞ്ഞില്ല. അല്ല ഞങ്ങളെ പഠിപ്പിച്ചെന്നറിയോ? ഖുർആൻ മറിച്ചു നോക്ക്. അത് പറയാ ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون إلا الذين تابوا وأصلحوا وبينوا فأولئك أتوب عليهم وأنا التواب الرحيم. അല്ലാഹുവിന്റെ ഖുർആൻ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ്. എന്താ അല്ലാഹു പറഞ്ഞത്? നിശ്ചയമായും നാം വ്യക്തമായി അവതരിപ്പിച്ചത്, വ്യക്തമായി സുവ്യക്തമായ നിലയിൽ നാം അവതരിപ്പിച്ചത്, ആ വ്യക്തമായി അവതരിപ്പിച്ചത് സന്മാർഗം ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം, ഇതാണ് സത്യമെന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം ആരെങ്കിലും മൂടിവെച്ചാൽ അവർക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. അതുപോലെ ശപിക്കുന്നവർ മുഴുവനും അവരെ ശപിച്ചുകൊണ്ടിരിക്കും. ഇന്നതാണ് സത്യമെന്ന് ബോധ്യപ്പെട്ടിട്ട് അത് പറയാതെ മൂടിവെച്ചാൽ അല്ലാഹു അവരെ ശപിക്കും. ശപിക്കുന്നവർ മുഴുവനും അവരെ ശപിക്കും. ഞങ്ങൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ടല്ലോ, ഇനി ഞങ്ങൾ എങ്ങനെ പറയും? ഞങ്ങൾ എങ്ങനെ പ്രസംഗിച്ചു പോയല്ലോ, ഞങ്ങളിനി എങ്ങനെ തിരുത്തും? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഇതാണെങ്കിലും സുന്നത്ത് പറഞ്ഞ ഇതാണെങ്കിലും ഞങ്ങളുടെ മാനം നോക്കണമല്ലോ, ഞങ്ങളുടെ മാനം കാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും മൂടി വെച്ചാൽ അല്ലാഹു അവനെ ശപിക്കും. ശപിക്കുന്നവർ മുഴുവനും മലക്കുകളിറങ്ങുന്ന അതോ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ നീന്തി തുടിക്കുന്ന പറമീനുകൾ പോലും അവരെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുമ്പോ ആ ശാപത്തിൽ രക്ഷപ്പെടാൻ എന്താ ചെയ്യേണ്ടത്? ഇല്ലല്ലദീന താബൂ വഅസ്ലഹൂ വബയ്യനൂ. ഒന്നാമത് തൗബ ചെയ്യുക. ഞാൻ പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ മുന്നിൽ റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഈ ഒരു തൗബ ഇവിടെയുള്ള പാവപ്പെട്ട മുസ്ലിങ്ങളെ മുഅ്മിനീങ്ങളുടെ അവരുടെ ഈമാൻ അപതാളത്തിലാക്കിയ വിഷയത്തിൽ ഒരു തൗബ നടത്തുകയാണെങ്കിൽ എത്ര ഖൈറായിരുന്നു. ഇവിടെ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ അവരുടെ ഈമാന് കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയ നിങ്ങളാണ്. ഇവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ കൊണ്ടുവന്ന അത് ശരിയാണ് മെറിങ്കിലും സാഹിബ്, മഹാന്മാരായ പണ്ഡിതന്മാർ സമുദായത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച ആ പ്രമാണബദ്ധമായ കാര്യങ്ങൾ അതൊക്കെ എന്നെന്നും നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അതിനെതിരെയാണ് നിങ്ങൾ രംഗത്ത് വന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കിടയിൽ തന്നെ നന്നായി സ്പർദ്ധയുണ്ടാകും. അതുകൊണ്ടാണല്ലോ എ പി അബ്ദുൽ ഖാദർ മൗലവി ഹുസൈൻ സലഫിനെ പറ്റി പറഞ്ഞൊരു ക്ലിപ്പ് നിങ്ങളൊക്കെ കേൾക്കണം. അങ്ങോട്ട് കേട്ടിട്ട് ഞാൻ അവസാനിപ്പിക്കാം. പുതിയ വിഷയങ്ങൾക്ക് അറിയുന്നുണ്ടാവുന്ന എന്തൊക്കെയാ സുബ്ഹാന ജല്ല ജലാലുഹു എന്തൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് ഇപ്പൊ. ഇബ്ലീസ് ചാവൂല്ലോ, ചാവുകയില്ലല്ലോ. ഇബ്ലീസ് ചാവില്ല നല്ല സത്യമാണല്ലോ അല്ലേ? അങ്ങനെ പുതുതായിട്ടുള്ള സംസാരങ്ങളൊക്കെ കേട്ടിരുന്നോ? അല്ല പിന്നെ ജിന്നുള്ളിൽ കയറും, ജിന്നുള്ളിൽ കയറിയ ജിന്നെ പുറത്തിറക്കും. ജിന്നി മനുഷ്യ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറും എന്നൊക്കെയാണ് ഇപ്പം ഫൈസലും പോലെയൊക്കെ അത് യാഥാർത്ഥ്യമാണെന്നാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? ഇന്നത് വിട്ടലിന് എന്താണ് എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് തന്നെ പുതിയ ഭാഷ പറഞ്ഞ ഒരു ഇത്
ഇപ്പൊ എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ കാണുന്ന ഒരു രീതി. എന്താണ് അതിന്റെ പിന്നിലെന്ന് എനിക്കിതുവരെ മനസ്സിലാക്കില്ല. എന്ന് പറഞ്ഞതുപോലെ എ പി അബ്ദുൽ ഖാദർ മൗലവി പറയാണ് നിങ്ങൾ അത് വിട്ടാളിയും ഏത് ഓരോരുത്തരും ആളാകാൻ വേണ്ടിട്ട് ഓരോന്നും പറഞ്ഞില്ല. എല്ലാ ഓരോരുത്തരും ആളാകാൻ വേണ്ടിട്ട് ഓരോന്ന് പറഞ്ഞല്ലേ. ആരെ കുറിച്ചാ പറയണേ? അത് ലാസ്റ്റ് വരുന്നുണ്ട്. ഓരോരുത്തരും ആളാകാൻ വേണ്ടിട്ട് പറഞ്ഞല്ലേ ഇപ്പൊ ഇതൊക്കെ. അത് പിന്നെ കൂടെയുള്ള വലിയ വലിയ നേതാക്കന്മാരും പിന്താങ്ങന്മാരാണ് ഹുസൈൻ സലഫിനെ. നേതാക്കളാണെങ്കിൽ അങ്ങനെ പലവരാതി കൂട്ടിച്ചെന്നതും പറയണോ? പക്ഷേ നല്ല നേതാക്കന്മാരാണ്. നേതാക്കന്മാരെല്ലാവരും അങ്ങനെ പല വിഡിത്തങ്ങളൊക്കെ പറയും. ആണ് ഈ പറയുന്നത്. നേതാക്കന്മാരെ നേതാവാണ് ഈ പറഞ്ഞത്. ആളുകൾ ചോദിക്കുന്ന ഹുസൈൻ സലഫി എല്ലാം ഫൈസൽ മൗലവിന്റെ ഒന്നായിട്ട് കൂടിയോണ്ട് അതിലെന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുന്നത്. ഹുസൈൻ സലഫിന്റെ നമ്മളെ ആളായിട്ട് പ്രസംഗിക്കാൻ നടന്നുണ്ടോ? എങ്ങനെ അയാളെ ഹുസൈൻ സലഫി നമ്മൾ പ്രാസംഗികരായിട്ട് ഒരിക്കലും പോകാറില്ല. അയാളെ ആളുകൾ പിന്നെ മറ്റേ യാത്ര ചെലവ് കൊടുത്തു കുടിക്കും. അയാൾ പോകും, പ്രസംഗിച്ച യാത്ര ചെലവ് വെച്ച് തിരിച്ചു പോലും ചെയ്യും. എല്ലാം യാത്ര ചെലവ് യാത്ര ചെലവ് എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ നമ്മുടെ കോഴിക്കോട് കൊണ്ടുപോയി അറിയില്ല. ഏറ്റവും ചുരുങ്ങുന്ന വിമാനത്തിലെല്ലാം പോകല്ലോ. അതെങ്ങനെ ഗൾഫിൽ അബ്ദുൽ ഖാദർ അറിയിക്കുന്നറിയില്ല. ഏറ്റവും ചുരുങ്ങിയ നമുക്കൊരു വിമാനത്തിലല്ലാതെ പോകില്ലല്ലോ. നിഷാനോട് പറയണേ ഏറ്റവും ചുരുങ്ങിയ നമുക്കൊരു വിമാനത്തിലല്ലാതെ പോകില്ലല്ലോ. ആരെ പറ്റിട്ടാ പറഞ്ഞേ? ഇവരുടെ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രസംഗങ്ങളും നാടുനീള ഖണ്ഡനങ്ങളും സംവാദങ്ങളും മണ്ഡനങ്ങളും ഒക്കെ നടത്തി മണ്ടത്തരം മാത്രം പറഞ്ഞ ഷാർജ ശേഷനെ കുറിച്ചാ പറയുന്നത്. ില്ലാണ്ട് പോകാൻ പറ്റുമോ? അദ്ദേഹത്തെ കൊണ്ടുപോകാനും പോകില്ല. എങ്ങനെ വിമാനത്തിൽ കുറഞ്ഞ ഒരു വാഹനം ഉപയോഗിച്ചാലും പോകില്ല. വിമാനത്തിൽ കുറഞ്ഞൊരു വാഹനം ഉപയോഗിച്ച് മുപ്പരെടുക്കും പോകലില്ലാന്ന് ആര്? ഹുസൈൻ സലഫി വിമാനത്തിൽ കുറഞ്ഞ ഒരു വാഹനം ഉപയോഗിച്ചിട്ട് ഏടും പോക്കില്ല. അത് ഹുസൈൻ സലഫി അല്ലേ? അതന്നെ. പക്ഷേ പിന്നെ അവിടെ ഇസ്രായേൽ സെന്ററിന്റെ പിന്നെ പ്രസിഡന്റ് ആണല്ലോ മുപ്പരവിടെ ഷാർജയില്. ഇസ്രായേൽ സെന്ററിന്റെ അത് ശരി. നാട്ടിലിപ്പോ വളരെ സജീവമായിട്ട് വ്യക്തിപരമായി അല്ലാതെ ഔദ്യോഗികമായിട്ട് ഇസ്ലാം സെന്ററിന്റെ ആയില്ല. പിന്നെ ഷാർജ ഷെയ്ഖ് ഹുസൈൻ സലഫി ഔദ്യോഗികമായി ഇസ്ലാമിക് സെന്ററിന്റെ ആളല്ലാന്ന് ഇവരെ നേതാവ്. മറുഭാഗം ശക്തമായിട്ട് പ്രചരിപ്പിക്കുന്ന കേട്ട് ഇയാൾ ജമിയത്തുൽ ഉലമയിൽ ഇപ്പോഴും ഉണ്ട്, ഫൈസൽ മൗലവി അയാളെ പുറത്താക്കിയിട്ടില്ലാന്ന്. ഫൈസൽ മൗലവി ജമിയത്തുൽ ഉലമയില് പിന്നെ KJU-ല് പിന്നെ ഫൈസൽ മൗലവി ഇപ്പോഴും ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ഫുള്ളായി നമ്മുടെ ആദർശത്തിലേക്ക് തന്നെ വന്ന ഒരാളാണ്. ഞാൻ ഇന്നലെ ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഫൈസൽ മൗലവിനെ ജമിയത്തുൽ ഉലമയിൽ ഇപ്പോൾ നിർത്തൂലാലോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ പിന്നെ അറിയാത്തോണ്ട് പിന്നെ ഞാനൊരാളോട് ഞാൻ ഫൈസൽ മൗലവിനെ പുറത്താക്കിയില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ സുഹൃത്തുക്കളെ, ആ സംസാരം അങ്ങനെ നീണ്ടുപോവുകയാണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലിപ്പ് എന്ന് കരുതേണ്ട. പെട്ടെന്ന് ക്ലാസ് റൂമിലേക്ക് കടന്നു വരുന്ന ആളുകളൊക്കെ ഒരു പക്ഷെ കരുതി കാണും ഇന്ന് പ്ലേ ചെയ്യാൻ ഉദ്ദേശിച്ച ക്ലിപ്പ് അതല്ല, അതിനേക്കാൾ രസകരമായ ഒരു ക്ലിപ്പാണ്. പിന്നെ ഇവരുടെ നേതാവായ നമ്മുടെ പേരാമ്പ്ര സംവാദത്തിൽ പങ്കെടുത്ത് പരാജയം ഏറ്റുവാങ്ങി അമ്പേ തോറ്റ് പിന്മാറിയ പിന്നെ ഹംസ മൗലവിയുമായിട്ടുള്ള ഒരു സംഭാഷണം. അതിന് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ എതിർത്ത് പറയുന്ന രംഗമൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഹക്കിന്റെ പാത നമ്മുടെ മുമ്പിൽ മനോഹരമായി തുറന്നു വെച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. അത് മഹാനായ ശൈഖുന ശംസുൽ ഉലമ കാണിച്ചു തന്ന മാർഗമാണ്. അത് വന്യരായ കണ്ണിയത്ത് ഉസ്താദ് കാണിച്ചു തന്ന വഴിയാണ്.
അത് സുഹൃതങ്ങൾ മാത്രം ചെയ്തിട്ടുള്ള കെ അബൂബക്കർ ഹസ്രത്ത് നബറല്ലാഹു മർഖദ മഹാനവറുകൾ നടന്ന സഞ്ചരിച്ച വഴിയാണ്. അത് മഹാനായ കെ വി ഉസ്താദ് സഞ്ചരിച്ച വഴിയാണ്. അത് മഹാനായ CH ഹൈദരോസ് ഉസ്താദ് സഞ്ചരിച്ച മാർഗമാണ്. അത് മഹാന്മാരായ MM ബഷീർ ഉസ്താദ് അടക്കം, ബഹുമാനപ്പെട്ട KT മാൻ ഉസ്താദ് അടക്കം, അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ പണ്ഡിതന്മാർ, സൂര്യ തേജസ്വികളായ അള്ളാഹുവിനെ കുറിച്ച് മാത്രം ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ആളുകൾ, റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം ദുന്യവിയായ ജീവിതം ഒഴിഞ്ഞുവെച്ച ആളുകൾ, പാരത്രിക ലോകത്തേക്ക് വേണ്ടി മാത്രം പാതയമൊരുക്കിയ ആളുകൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കണമെന്ന് എപ്രകാരമാണോ പറഞ്ഞത് അതുപോലെ അനുധാവനം ചെയ്ത് ഓരോ വള്ളിപ്പുള്ളി തെറ്റാതെ മനോഹരമായി പുഞ്ചിരി തൂകി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ അകമ്പടികളോടുകൂടി മരണത്തെ പുൽകിയ മഹാന്മാരായ പണ്ഡിതന്മാർ. ഈ ഒരു പണ്ഡിതന്മാരാണ് നമുക്ക് മുമ്പേ നേതൃത്വം നൽകിയത്. ഈ സംഘശക്തിയിൽ നിന്ന് ആരൊക്കെ പിന്നോട്ട് പോയോ, ഈ സംഘശക്തിയെ കണ്ടില്ല എന്ന് നടിക്കുകയും ഈ സംഘശക്തിക്കെതിരെ മറ്റൊരു സംഘമുണ്ടാക്കി, സമുദായ സ്പർദ്ധയുണ്ടാക്കി, മഹല്ലുകളിൽ ഫിത്നയുണ്ടാക്കി, ഇതുവരെ ഇമാമിയങ്ങളാരും പറഞ്ഞിട്ടില്ലാത്ത വിദണ്ഡവാദങ്ങൾ ഉന്നയിക്കുന്നവരൊക്കെ ഈ പടിക്ക് പുറത്താൻ, അഹ്ലുസുന്നയുടെ പടിക്ക് പുറത്താൻ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് സുന്നത്ത് ജമാഅത്ത് പോരാ എന്ന് പ്രഭാഷണം നടത്തി, കബലകളിൽ രായ്മാനം പ്രഭാഷണങ്ങൾ നടത്തി ബഹുവന്യരായ ഉസ്താദുമാർക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്കെതിരെ കേസ് കൊടുത്തയാളുകൾ ഒരു കാലത്തും രക്ഷപ്പെടുമെന്ന് കരുതണ്ട. അങ്ങനെ ഒരു മോഹവും അവരുടെ ജീവിതത്തിൽ വേണ്ട. ഇത് ഉഖ്റവിയായ സംഘടനയാണ്. ഇത് ആഖിറത്തിലേക്ക് പാതയമൊരുക്കുന്ന ഒരു പറ്റം ഇഖ്ലാസുള്ള, തഖ്വയുള്ള, വറഉള്ള, ജീവിതത്തിൽ വിശുദ്ധിയുള്ള, ആത്മവിശുദ്ധിയുള്ള, സാമ്പത്തിക ശുദ്ധിയുള്ള, എല്ലാ തരത്തിലുമുള്ള ജീവിത വിശുദ്ധി പാലിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാർ നേതൃത്വം നൽകി ആത്മീകമായും ഭൗതികമായും നേതൃത്വം നൽകുന്ന സംഘടനയാണ്. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. അത് ഒരു സംഘടന മാത്രമാണ്. കേരളത്തിൽ ഒരേ ഒരു സംഘടന സുന്നത്ത് ജമാഅത്ത് പറയാനും അത് പ്രചരിപ്പിക്കാനും സമുദായം വഴികേടിലാകുമ്പോൾ അത് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഉള്ള അവകാശമുള്ള ഏക പ്രസ്ഥാനം എന്ന് പറയുന്നത് അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. ഈ വഴിയിൽ നിന്ന് ആരൊക്കെ പിന്നോട്ട് പോയോ, ആരൊക്കെ വഴികേടിലായി, ഈ സംഘടനയിൽ നിന്ന് ആരൊക്കെ പുറത്തു പോയോ, അവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം നന്മയുടെ പാന്താവിലേക്ക് ഇവിടെ കടന്നു വരണം. സത്യത്തിന്റെ പാതയിലേക്ക് ഇവിടെ കടന്നു വരണം. സൽപാന്താവിൽ നിന്ന്, സത്യമാർഗത്തിൽ നിന്ന് ആരൊക്കെ പിന്നോട്ട് പോയോ അവരൊക്കെ നന്മയുടെ ഈ വലിയ മഹാസാഗരത്തിലെ തിരമാലകളിലെ അതിലെ ജലകണികയായി അലിഞ്ഞു ചേരാൻ, ഈ സംഘശക്തിയോടൊപ്പം നിൽക്കാൻ എല്ലാവരും തയ്യാറാകണം. മഹാന്മാരായ ഉസ്താദുമാർക്ക് സുന്നത്ത് ജമാഅത്ത് പോരാ എന്ന് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു വിട്ട ഉസ്താദുമാരുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തിയ ആളുകൾ ഈ സംഘശക്തിയിൽ വന്ന് ഈ സംഘശക്തിയുടെ ആളുകൾ ആകണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ശക്തിപ്പെടണം. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ആരൊക്കെ ബിദ്അത്തുമായി വിദണ്ഡവാദങ്ങളുമായി രംഗത്ത് വരുന്നുണ്ടോ അവർക്കൊക്കെ ശക്തമായ പ്രതികരണം, അവർക്കെതിരെ ശക്തമായ പ്രതികരണം നൽകാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാർ, ഇസ്തിഖാമയുടെ ചുണക്കുട്ടികൾ, ചുറുചുറുക്കുള്ള പണ്ഡിത സ്വരൂപികളായ തേജസ്വികൾ ഇവിടെ ഒരുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ സംഘശക്തിയിൽ എല്ലാവരും ഭാഗവാക്കാകണം. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തിപ്പെടുത്തുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സന്തോഷിക്കാൻ വകയേറെ
ഏറെയാണ്. കാരണം നമ്മുടെ പാത എന്ന് പറയുന്നത് അത് ഹക്കിന്റെ പാതയാണ്, അത് നന്മയുടെ പാതയാണ്, അത് സുഹൃതങ്ങളുടെ വഴിയാണ്. അത് തിന്മയ്ക്കെതിരെ ശക്തമായ പ്രചരണം നടത്തുകയും തിന്മയ്ക്കെതിരെ വേരോടുന്നുണ്ട് വേരോട് കൂടി പറിച്ചിടാനുള്ള സകലമായ പരിശ്രമങ്ങൾ നടത്തുന്ന സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായും അതിന്റെ അച്ചടക്കമുള്ള വിദ്യാർത്ഥി പടയണിയും. ജീവിതത്തിൽ ഒരിക്കൽ പോലും കറാഹത്ത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആളുകൾ, തൊടണ്ട, തീണ്ടണ്ട, ആഗ്രഹിക്കണ്ട, ചിന്തിക്കണ്ട, മനസ്സിൽ കൊണ്ടു നടക്കുക പോലും ചെയ്യാത്ത സാത്വികരായ പണ്ഡിതന്മാർ, ഹന്നിയത്ത് ഉസ്താദിനെ പോലെയുള്ള ആളുകൾ, ശൈഖുനാ ശംസുൽ ഉലമയെ പോലെയുള്ള ആളുകൾ, ഒന്നിരായ കെ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ, ഒന്നിരായ കെ ഉസ്താദിനെ പോലെയുള്ള ആളുകൾ. ചരിത്രം എത്ര മനോഹരമാണ്! കേരളത്തിന്റെ തീരത്തിൽ ഇവരുടെ ചരിത്രം എത്ര മനോഹരമായി വർണ്ണശബളിമയോടുകൂടി നമ്മുടെ മുമ്പിൽ പ്രോജ്വലിച്ചു നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഉസ്താദുമാരുടെ ചരിത്രം നമ്മൾ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് സുന്നത്ത് ജമാഅത്ത് കൂടുതൽ മനസ്സിലാക്കുക. ഒന്നരായ നാട്ടിക ഉസ്താദിനെ കുറിച്ച് നമ്മളേറെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യണം. അറിവിന്റെ ആഴങ്ങളിലേക്ക് സാഗരപ്പരപ്പിൽ നീന്തിത്തുടിച്ച് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിനെ ശക്തമാക്കുന്നതിൽ വലിയ സഹനങ്ങൾ സഹിച്ച് വലിയ സംഭാവനകൾ സുന്നി കൈരളിക്ക് നൽകിയയാളാണ് മഹാനായ നാട്ടിക ഉസ്താദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം നമ്മളെയൊക്കെ സ്വർഗീയമായ ആരാമ ഭൂമികയിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദുമാരുടെ ജീവിതം പഠിക്കണം. ഉസ്താദുമാരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള വഴി തെളിഞ്ഞു വരുന്നത്. മഹാന്മാരായ ഉസ്താദുമാർ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്ന നന്മയുടെ, കാളമ്പാടി ഉസ്താദ് കൊളുത്തി വെച്ച് തന്ന നന്മയുടെ തിരുവട്ടത്തിനുള്ളിൽ നമ്മളൊക്കെ ഇന്ന് മനോഹരമായി സഞ്ചരിക്കുകയാണ്. സിറാത്തുൽ മുസ്തഖീമിലൂടെ, ശരിയായ പാതയിലൂടെ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഇന്ന ഹാദാ സിറാത്തി മുസ്തഖീമ എന്ന് പറഞ്ഞ എന്നിലേക്ക് എത്താനുള്ള ചൊവ്വായ മാർഗം, ഈ മാർഗത്തിലൂടെയാണ് മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർ സഞ്ചരിച്ചത്. അതുകൊണ്ട് ജീവിതത്തിലെ സുന്നത്ത് ജമാഅത്തിനെ മുറുകെ പിടിക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ പ്രചരിപ്പിക്കാനും അതിന്റെ ആളാകാനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ എല്ലാ കാര്യങ്ങളിലും നമ്മുടെ മാനസികവും ശാരീരികവുമായ ഒരു സാന്നിധ്യമുണ്ടാകാനും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വല്ലരായ എം പി അബൂബക്കർ ഇന്ത്യൻ